പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഹോപ്സിൻ്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്സിലെ ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ക്ലാസ് ആരംഭിക്കാം. ഒന്നാം ചോദ്യം. 3 സംഖ്യകളുടെ ഗുണഫലം 100 ആണ്. ഇവ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ അവസാന അക്കം 3 ആണ്. അങ്ങനെയെങ്കിൽ ഇവയിൽ രണ്ടാമത്തെ വലിയ സംഖ്യ ഏത്? ഇവിടെ സംഖ്യകൾ എന്ന് പറയുമ്പോൾ സംഖ്യകൾ 1ഉം 2ഉം 50ഉമാണ്. നമ്മളുടെ 1നെയും 2നെയും 50നെയും ഗുണിക്കുകയാണെങ്കിൽ എത്ര ആൻസർ കിട്ടും? 100 കിട്ടും. നിങ്ങളിനി 1ഉം 2ഉം 50ഉമായിട്ട് കൂട്ടുവാണെങ്കിലോ ഉത്തരം എത്ര കിട്ടും? 53 കിട്ടും. ഗുണഫലം 100 ആണ്. കൂട്ടിയപ്പോൾ ഉത്തരത്തിൽ ലാസ്റ്റ് ഒക്കെ 3 ആണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാ? 1ഉം 2ഉം 50ഉം ആണെങ്കിൽ ചോദ്യം എന്താണ്? ഇതിൽ രണ്ടാമത്തെ വലിയ സംഖ്യയല്ലേ? രണ്ടാം വലിയ സംഖ്യ എത്ര ആയിരിക്കും? പറ 2. സോ ആൻസർ ഈസ് 2. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വായിക്കാം. 0.2 the whole raised to 4 into 0.27 divided by 0.03 the whole cube. ലഘൂകരിക്കാം. അപ്പോൾ ഈസ് ഈക്വൽ ടു, ഇവിടെ ആദ്യ സംഖ്യ എന്ന് പറയുമ്പോൾ 0.2 ആണ്. ആ 0.2 എന്ന് പറയുന്ന സംഖ്യയുടെ പവർ 4 കാണാൻ പറയുക. ആ പോയിന്റ് ഒഴിവാക്കിയ സംഖ്യ എത്ര? 2. ഇപ്പോൾ 2⁻4 ആദ്യമായിട്ട് കണക്കാക്കാം. 2⁻4 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്ന സംഖ്യ 1, 2, 3, 4 പ്രാവശ്യം ഗുണിക്കണം. ഗുണിച്ചാൽ ഈ 2 4, 4 2 8, 8 2 16. അപ്പോൾ 2⁻4 16. ഇത് വെറും 2 അല്ലല്ലോ, 0.2 അല്ലേ പുള്ളിക്കാരൻ. അപ്പോൾ ആൻസർ എന്ത് വേണം? പോയിന്റ് വരണമല്ലോ. അപ്പോൾ 16 അങ്ങോട്ട് എഴുതാം. നമ്മുടെ സംഖ്യയ്ക്ക് ഇപ്പോൾ എത്ര പോയിന്റ് സ്ഥാനമുണ്ട്? 1 പോയിന്റ് സ്ഥാനമുണ്ട്. പവർ എത്രയാണ്? പറ 4 ആണെങ്കിൽ ഇപ്പം എത്രമാത്രം പോയിന്റ് സ്ഥാനമുണ്ടോ, എന്താണോ പവർ, ആ പവർ കൊണ്ട് ഗുണിക്കുക. 1 പോയിന്റ് സ്ഥാനമാണല്ലോ, 1നെ 4 കൊണ്ട് ഗുണിച്ചാൽ 1 4 4. ദാറ്റ് മീൻസ് ആൻസറിൽ 4 പോയിന്റ് സ്ഥാനം വരണം. അപ്പോൾ എണ്ണിക്കൂ. 1 2 സ്ഥാനമല്ല ഉള്ളത്, 2 സ്ഥാനം കുറവുണ്ട്. സോ 2 0 കൊടുത്തു, ഒരു പോയിന്റ് കൊടുത്തു. ഒന്നാം സംഖ്യ എന്ന് പറയുമ്പോൾ 0.0016 ഇൻറ്റു രണ്ടാം സംഖ്യക്ക് മാറ്റമൊന്നുമില്ല, 0.27 ആണ്. ഡിവൈഡ് ബൈ താഴെ 0.01 ഹോൾ ക്യൂബാണ്. അവിടെയും പോയിന്റ് മാറ്റുകയാണെങ്കിൽ സംഖ്യ എത്ര? 3 ആണ്. 3യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന സംഖ്യ 3 ടൈംസ് ഗുണിച്ച് നോക്കിയാൽ മതി. ഗുണിച്ച് നോക്കുകയാണെങ്കിൽ 3 9 9 3 27 വന്നു. നമ്മൾ വെറും 3 ആകുമ്പോൾ ക്യൂബ് ആണ്ട് 27. അപ്പോൾ താഴെ 27 കൊടുക്കാം. നമ്മുടെ സംഖ്യ വെറും 3 അല്ലല്ലോ, 0.03 ആണല്ലോ. ഇയാൾക്ക് എത്ര പോയിന്റ് സ്ഥാനമുണ്ട്? 2 പോയിന്റ് സ്ഥാനമുണ്ട്. 2 പോയിന്റ് സ്ഥാനമുള്ള ദശാംശ സംഖ്യയുടെ പവർ എന്ന് പറയുമ്പോൾ 3 ആണെങ്കിൽ ആൻസറിലെ ദശാംശ സ്ഥാനങ്ങളുടെ ആകെ എണ്ണം കണക്കാക്കാൻ ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനമുണ്ട്. പവർ എത്ര ആണ്? 3 ആണെങ്കിൽ ആ 2ഉം 3ഉമായിട്ട് ഗുണിക്ക് 6 എന്ന് വെച്ചാൽ ആൻസറിൽ 6 പോയിന്റ് സ്ഥാനം വരണം. അപ്പോൾ എണ്ണം 1 2 സ്ഥാനം മാത്രമേ ഉള്ളൂ. 6 സ്ഥാനം വരണ്ടേ അല്ലയോ? എത്ര സ്ഥാനം കുറവുണ്ട്? ഒരു 4 സ്ഥാനം കുറവില്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഫ്രണ്ടിലോട്ട് 1 2 3 4 0 കൊടുക്കുമ്പോൾ ആകെപ്പാട് 1 2 3 4 5 6 സ്ഥാനം വന്നു. സോ ആൻസർ 0.0002 എന്ന് വന്നു. ഈസ് ഈക്വൽ ടു, ലഘൂകരിക്കണം. വരയ്ക്ക് മുകളിലും സംഖ്യയുണ്ട്, വരയ്ക്ക് താഴെയും സംഖ്യയുണ്ട്. ഒരു കാര്യം ചെയ്യാം, ദശാംശമുള്ള സംഖ്യകളെ ഹരിക്കാൻ പറയാൻ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലും താഴെയുമുള്ള സംഖ്യകളുടെ പോയിന്റ് അങ്ങ് ഒഴിവാക്കിയിട്ട് സംഖ്യകൾ മാത്രം എടുക്കൂ. പോയിന്റ് ഒഴിവാക്കി സംഖ്യകൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഒന്നാം സംഖ്യ 16 ആണ്, രണ്ടാം സംഖ്യ 27 ആണ്. വരയ്ക്ക് താഴെ പോയിന്റ് മാറ്റിയാൽ 27 എന്ന് വന്നു. അതിനുശേഷം വരയ്ക്ക് മുകളിൽ കിടക്കുന്ന സംഖ്യകളുടെ മാത്രം പോയിന്റ് എണ്ണുകയാണെങ്കിൽ മുകളിൽ 1 2 3 4, ഇയാൾക്ക് 2 ആകുമ്പോൾ 4 2 6 സ്ഥാനം. മുകൾ ഭാഗത്ത് 6 സ്ഥാനമുണ്ട്. ഈ വരയ്ക്ക് താഴെയാണെങ്കിൽ 1 2 3 4 5 6 സ്ഥാനം, താഴെയും 6 സ്ഥാനമുണ്ട്. ഇങ്ങനെ വരയ്ക്ക് മുകളിലും താഴെയുള്ള സംഖ്യകളുടെ പോയിന്റ് സ്ഥാനങ്ങൾ സെയിം ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ സംഖ്യകളുടെ പോയിന്റ് ഒഴിവാക്കിയിട്ട് ഹരിച്ചാൽ മാത്രം മതി. ശ്രദ്ധിക്കണം, മുകളിലും താഴെയും സംഖ്യകളുടെ പോയിന്റ് സ്ഥാനങ്ങൾ സെയിം ആണെങ്കിൽ മാത്രം, സെയിം ആയതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ പോയിന്റ് മാറ്റി കിട്ടിയ സംഖ്യകൾ ലഘൂകരിക്കാം. അതായത് 27ഉം 27ഉം ക്യാൻസലായി പോയി. ബാക്കി എത്ര ആൻസർ വന്നു? 16. സോ അവർ ആൻസർ ഈസ് 16. അപ്പോൾ മൂന്നാം ചോദ്യം. 2 സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ 5 വീതം കുറച്ചപ്പോൾ ഇത് 3:5 എന്ന അനുപാതത്തിലായി. എങ്കിൽ ആദ്യ സംഖ്യ കണ്ടെത്തുക. അപ്പോൾ ആൻസറിലേക്ക് പോകാം. 2 സംഖ്യകളുടെ അംശബന്ധം 2:3. ഈ 2 സംഖ്യകളിൽ നിന്നും നമ്മൾ 5 വീതം കുറയ്ക്കുന്ന സമയത്ത് അംശബന്ധം 3:5 ആവും.
അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യയിൽ ആദ്യ സംഖ്യ എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്ന സംഖ്യയുടെ കറക്റ്റ് വാല്യൂ കാണാൻ പറയുക. ഇത് കാണാൻ ഒരുപാട് മാർഗ്ഗമുണ്ട്, ഒരുപാട് ഷോർട്ട് കട്ട് മാർഗ്ഗമുണ്ട്. ഞാൻ ആദ്യം നേരായ മാർഗ്ഗം പറയാം. ഇപ്പോൾ നോക്കിക്കോണേ, 2 സംഖ്യകളുടെ അംശബന്ധമുണ്ട്, കുറേ സംഖ്യകളുടെ അംശബന്ധമുണ്ട്. അംശബന്ധം വെച്ചുകൊണ്ട് സംഖ്യകളുടെ കറക്റ്റ് വാല്യൂ കാണാൻ പറയുന്ന ഏത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും കാണുന്ന കോമൺ മാർഗ്ഗം ഇതാണ്. ആ റേഷ്യോയിലെ ഓരോ സംഖ്യയും ഒരു എക്സ് കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു എക്സ് കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നാം സംഖ്യ എന്ന് പറയുമ്പോൾ 2x പറയാം, രണ്ടാം സംഖ്യയാണെങ്കിൽ 3x പറയാം. എക്സിന് പകരം വൈയോ എന്ത് ഗുണിക്കാൻ കണ്ടോ, ഒരു കുഴപ്പമില്ല. നോക്കിക്കണേ, അപ്പോൾ ഒന്നാം സംഖ്യ 2x, രണ്ടാം സംഖ്യ 3x ആണ്. ഈ എക്സിൻ്റെ വില കണ്ടെത്തി 2 കൊണ്ടും 3 കൊണ്ടും ഗുണിക്കുകയാണെങ്കിൽ മാത്രമേ സംഖ്യകളുടെ കറക്റ്റ് വാല്യൂ ആകത്തുള്ളൂ. ആ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ ക്വസ്റ്റ്യൻ പറഞ്ഞ മാർഗ്ഗമാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുക. ഒന്നാം സംഖ്യയിൽ നിന്നും രണ്ടാം സംഖ്യയിൽ നിന്നും 5 വീതം കുറയ്ക്കാൻ പോവുക. അപ്പോൾ ഒന്നാം സംഖ്യ 2x ആണെങ്കിൽ ഒന്നാം സംഖ്യയിൽ നിന്ന് 5 കുറച്ചാൽ സംഖ്യ എത്രയായിട്ട് മാറും? 2x - 5 ആയിട്ട് മാറും. രണ്ടാം സംഖ്യ 3x ആണ്. രണ്ടാം സംഖ്യ 3x ആണെങ്കിൽ 3xന് എന്ത് കുറയ്ക്കാൻ പോവുക? 5 കുറയ്ക്കാൻ പോവുക. കുറച്ച് കഴിഞ്ഞാൽ രണ്ടാം സംഖ്യ 3x - 5 ആയിട്ട് മാറും. അപ്പോൾ കിട്ടുന്ന ഈ പുതിയ 2 സംഖ്യകളുടെ അംശബന്ധം കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് പറയുന്നു? 3:5 കിട്ടുമെന്ന് പറയുന്നു. ഒരു സമവാക്യമായല്ലോ. സമവാക്യം എക്സ് ഉണ്ടല്ലോ, ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തിയാൽ മാത്രം പോരെ, ലഘൂകരിക്കാം. നമുക്കറിയാം A:B എന്ന് പറയുമ്പോൾ ഭിന്നസംഖ്യ ആക്കുന്ന എങ്ങനെ? അയാളെ A/B എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ ഇത് പറഞ്ഞാൽ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇതേ എന്ന് പറയുമ്പോൾ 2x - 5 ഡിവൈഡ് ബൈ 3x - 5 എന്ന് പറയാം. അത് ഈക്വൽ ടു 3:5 ആണെങ്കിലോ നമുക്കതിനെ 3/5 എന്നും പറയാം. ഓക്കെ ആണ്. പണ്ട് പഠിച്ച A/B എന്ന് പറയുന്ന ആള് C/Dക്ക് ഈക്വൽ ആണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് കണ്ട ഇങ്ങനെയും ക്രോസിൽ ഗുണിച്ചുകൂടെ? എയും ഡിയുമായിട്ട് ഗുണിച്ചാൽ AD എന്ന് പറയാം, ബിയും സിയുമായിട്ട് ഗുണിച്ചാൽ BC എന്നും പറയാമല്ലോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ സെയിം മാർഗം ചെയ്യാം. ഈ 5 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് 2x - 5 എന്ന് പറയുന്ന ആ മുഴുവൻ ആൾക്കാരെയും ഗുണിക്കണം. ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോവുകയാണെങ്കിലോ 3 കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യാം? 3x - 5 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. അകത്തോട്ട് പോട്ടെ. ഈ 5 അകത്തോട്ട് കയറുവാണെങ്കിൽ I2 10 10x എന്ന് വന്നു. വീണ്ടും 5 അകത്തോട്ട് കയറുവാണെങ്കിൽ 5 × 5 25 ആണ്, ചിഹ്നം മൈനസ് ആണ്. അത് ഈക്വൽ ടു 3 ഗുണിച്ചാൽ എത്ര കിട്ടും? 9x എന്ന് കിട്ടും. അതുപോലെ 3 × -5 ആണെങ്കിലോ -15 എന്നും വരും. ഓക്കെ അല്ലേ? എക്സിൻ്റെ വാല്യൂ കണക്കാക്കണം. ലെഫ്റ്റ് ഭാഗത്തും എക്സ് ഉണ്ട്, റൈറ്റ് ഭാഗത്തും എക്സ് ഉണ്ട്. എക്സ് എല്ലാം ഒരു ഭാഗത്ത് വരട്ടെ. ഈ 10x കിടക്കുന്ന ഭാഗത്തേക്ക് 9x വന്നാൽ 10xൽ നിന്ന് 9x മൈനസ് ചെയ്യണം. അത് ഈക്വൽ ടു ഈ -25 അപ്പുറത്തൊന്ന് സംഭവിക്കും, പ്ലസ് ആയിട്ട് മാറത്തില്ലയോ? അപ്പോൾ +25 എന്ത് ചെയ്യണം? -15 ചെയ്യണം. 10 - 9 സമം എത്ര? എക്സ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 25 - 15 സമം എത്ര? 10. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 10. എക്സിൻ്റെ വാല്യൂ 10 കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണ്ട എന്താ? ആദ്യ സംഖ്യയിലെയോ? ആദ്യ സംഖ്യ ആരാ? 2x. 2xൻ്റെ വാല്യൂ കാണുന്നത് എങ്ങനെയാണ്? 2xൻ്റെ വാല്യൂ കാണാൻ പറയുന്ന സമയത്ത് എക്സിന് പകരം എത്ര കിട്ടി? ആ 10 കൊടുത്താൽ പോരെ. 2 × 10 സമയം എത്ര കിട്ടും? 20. അപ്പോൾ ഒന്നാം സംഖ്യ 20. അപ്പോൾ ഒന്നാം സംഖ്യ 20 ആണെങ്കിൽ രണ്ടാം സംഖ്യ എത്ര ആയിരിക്കും? 3x ആണ്. 3 10 എത്ര ആയിരിക്കും? പറ. 30 എന്ന് കിട്ടും. അടുത്ത ചോദ്യം. ഒരു ആശുപത്രി വാർഡിൽ 25% ആളുകൾ COVID-19 ബാധിതരാണ്. ഇതിൽ 100 പേര് പുരുഷന്മാരും 10 പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ്, ബാക്കി സ്ത്രീകളും. ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ മൊത്തം ജനതയുടെ 50% ആകുമായിരുന്നു. അങ്ങനെയെങ്കിൽ എത്ര സ്ത്രീകൾ രോഗബാധിതരാണ്? അപ്പോൾ ആൻസറിലേക്ക് പോകാം. ഇവിടെ ഉള്ള ആളുകൾക്കകത്ത് 25% ആൾക്കാർക്ക് മാത്രമേ ഈ രോഗമുള്ളൂ. അതിൽ തന്നെ 100 പുരുഷന്മാരും ഉണ്ട്, 10 പേരെന്താ? ട്രാൻസ്ജെൻഡേഴ്സുമാണ്. ബാക്കിയുള്ള ആൾക്കാർ മാത്രം സ്ത്രീകൾ. നമ്മുടെ ചോദ്യം എന്താ? സ്ത്രീകളുടെ എണ്ണം മാത്രം കാണാണല്ലോ. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇവിടെ ആകെ 300 പേർ സ്ത്രീകളാണ്. 300 പേർ. ഈ സ്ത്രീകളുടെ എണ്ണമായി 300 എന്ന് പറയുന്ന എണ്ണം അവിടെയുള്ള ടോട്ടൽ രോഗികളുടെ എണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ എണ്ണത്തിൻ്റെ 50%. ആകെയുള്ളതിൻ്റെ 50% സ്ത്രീകൾ. നമുക്കറിയാം എപ്പോഴും ആകെ എണ്ണം മീൻസ് 100% ആണല്ലോ. അപ്പോൾ ഒരു സംഖ്യയുടെ 50% അർത്ഥം എന്തായിരിക്കും? പറ. 50% എന്ന് പറയുമ്പോൾ ആകെയുടെ പകുതിയല്ലയോ? അവിടെയുള്ള ആകെയുള്ള ആളുകളുടെ എണ്ണത്തിൻ്റെ 50% സ്ത്രീയാണ് മീൻസ് അർത്ഥം. ആകെയുള്ള ആളുകളുടെ 50% മീൻസ് അർത്ഥം പകുതി. ആകെയുള്ളതിൻ്റെ പകുതി എണ്ണമാണ് സ്ത്രീകൾ. ആ സ്ത്രീകളുടെ എണ്ണം 300 പേരാണെങ്കിൽ അപ്പോൾ ആകെ എണ്ണം എത്രയായിരിക്കും?
ആകെ ഉള്ളതിൻ്റെ പകുതിയാണ് സ്ത്രീകൾ. ആ പകുതി എന്ന് പറയാൻ 300 ആണെങ്കിൽ ആകെ എത്ര വരും? അപ്പോൾ ആകെ എന്ന് പറയുമ്പോൾ ഈ സീക്വൽ എത്ര വരും? പറ 600 എന്ന് വരത്തില്ലേ? കാര്യം ടോട്ടൽ എണ്ണം 600 വരികയാണെങ്കിൽ മാത്രമേ അതിൻ്റെ പകുതി എടുക്കുമ്പോൾ സ്ത്രീകൾ 300 ആകത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ ഇവിടെ ആകെപ്പാട് 600 പേരുണ്ട്. ഈ 600 രോഗികൾക്കകത്ത് 25% ആളുകൾക്ക് മാത്രമാണ് കോവിഡ് ബാധിതർ. അങ്ങനെയാണെങ്കിൽ ആ കോവിഡ് ബാധിച്ച ആൾക്കാരെ മാത്രം എണ്ണം കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ആകെയുള്ള 600 പേർക്കകത്ത് 25% ആൾക്കാർക്ക് മാത്രമേ കോവിഡ് ഉള്ളൂ. നമുക്കത് ഈ 2 0 വെട്ടിക്കളയാം. ഈസ് ഈക്വൽ ടു 25 6 എത്ര ആയിരിക്കും? പറ 150 എന്ന് വന്നു. എന്ന് പറഞ്ഞാൽ ആകെയുള്ള 600 രോഗികൾക്കകത്ത് ആളുകൾക്കകത്ത് 150 പേർക്ക് മാത്രമേ രോഗമുള്ളൂ. ഈ 150 പേർക്കകത്ത് 100 പേരെന്ന് പറയുമ്പോൾ ആരാണെന്ന് പറയുന്നുണ്ട്? പുരുഷന്മാരാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലയോ? ബാക്കി 10 പേരെന്ന് പറയുന്നത് എന്താ പറയുന്നത്? ട്രാൻസ്ജെൻഡേഴ്സും ആണെന്ന് പറയുന്നുണ്ട്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവർ മാത്രം എണ്ണം എടുക്കുകയാണെങ്കിൽ 100 + 10 110 പേര് വന്നു. ഈ ബാക്കിയുള്ള എണ്ണമാണ് സ്ത്രീകൾ. ആകപ്പാട് 150 പേരുണ്ട്. അതിൽ 110 പേര് മറ്റു വിഭാഗം ആൾക്കാരാണെങ്കിൽ സ്ത്രീകളുടെ മാത്രം എണ്ണം കാണുന്നത് എങ്ങനെയാ? സ്ത്രീകളുടെ മാത്രം എണ്ണം കാണാൻ പറയുമ്പോൾ 150 നിന്നും ഈ പുരുഷന്മാർ എണ്ണമായ 100ഉം ഈ 10 എണ്ണമായ ട്രാൻസ്ജെൻഡർ കുറച്ചാൽ പോരെ. എന്ന് വെച്ചാൽ 110 അങ്ങോട്ട് കുറച്ചാൽ പോരെ. എത്ര കിട്ടും? 40. എന്ന് വെച്ചാൽ ആകെയുള്ള സ്ത്രീകൾക്കകത്ത് വെറും 40 സ്ത്രീകൾക്ക് മാത്രമേ എന്തുള്ളൂ? രോഗമുള്ളൂ. 5ാം ചോദ്യം. 3x - y = 2187. 3x + y = 243 ആണെങ്കിൽ x എത്ര എന്നാണ് ചോദ്യം. എക്സിൻ്റെ വാല്യൂ കണക്കാക്കണം. ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് ഭാഗം പറയുന്നു 3x - y എന്ന് പറയുമ്പോൾ ഈ സംഖ്യ. നമുക്ക് ലെഫ്റ്റ് ഭാഗം ഒരു കൃത്യംഗ സംഖ്യയാണ്. അതിൻ്റെ ബേസ് 3 ആണ്. 3 പ്രൈം നമ്പറും ആണല്ലോ. അതുകൊണ്ട് തന്നെ റൈറ്റ് ഭാഗത്ത് കിടക്കുന്ന ഈ വലിയ സംഖ്യയും 3 ബേസായ കൃത്യംഗ സംഖ്യയായിട്ട് മാറ്റുകയാണെങ്കിൽ മാത്രമേ നമുക്കിവിടെ എക്സിൻ്റെയോ വൈയുടെയോ വാല്യൂ കാണാൻ പറ്റൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. റൈറ്റ് ഭാഗത്ത് കിടക്കുന്ന 2187 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസും ഓർക്കുക, വേണ്ടത് 3 ബേസായ സംഖ്യ ആയതുകൊണ്ട് ഈ സംഖ്യയെല്ലാം 3 കൊണ്ട് മാത്രം ഹരിക്കാൻ ശ്രമിക്കുക. ഹരിക്കാം 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 7 3 21 വന്നു, 3 2 6 എന്ന് വന്നു, 9 3 27 എന്ന് വന്നു. വീണ്ടും ഹരിക്കുകയാണെങ്കിൽ 3 കൊണ്ട് ഹരിക്കാം. ഹരിക്കുന്ന സമയത്ത് 3 2 6 എന്ന് വന്നു, 4 3 12 വന്നു, 3 3 9 എന്ന് വന്നു. വീണ്ടും 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 3 × 81 ആണ് 243. വീണ്ടും ഹരിക്കുകയാണെങ്കിൽ 3 × 27 ആണ് 81. വീണ്ടും ഹരിച്ച 3 × 9 ആണ് 27. വീണ്ടും ഹരിച്ച 3 × 3 ആണ് 9. എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്ന സംഖ്യ 1 2 3 4 5 6 7 പ്രാവശ്യം തുടർച്ചയായിട്ട് ഗുണിക്കുകയാണെങ്കിൽ മാത്രമേ ഈ സംഖ്യ വരുത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് 2ാം സംഖ്യക്ക് വരെ എന്ത് പറയാം? ആ സംഖ്യക്ക് വരെ 3 എത്ര എന്ന് പറയാം? എത്ര എണ്ണം ഉണ്ട്? 7 എന്ന് പറയാം. ഇതുപോലെ 2ാം ഭാഗം എടുക്കുകയാണെങ്കിൽ 3x + y എന്ന് പറയുമ്പോൾ 243 ആണ്. ലെഫ്റ്റ് ഭാഗത്ത് 3 ബേസായ കൃത്യംഗ സംഖ്യ ആയതുകൊണ്ട് റൈറ്റ് ഭാഗത്തെ സംഖ്യ 3 ബേസായ സംഖ്യയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ വാല്യൂ കാണാൻ പറ്റൂ. ഒരു കാര്യം ചെയ്യാം. 243 എന്ന് പറയുന്ന സംഖ്യ എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസിൻ്റെ ആവശ്യം നോക്കിയേ. ഇവിടെ നോക്കിയാൽ മാത്രം പോരെ. 243 താപ്പോട്ട് നോക്കാം. 243 അത് 3 കൊണ്ട് ഹരിച്ചു, പിന്നെ ഹരിച്ചു, പിന്നെ ഹരിച്ചു, പിന്നെ ഹരിച്ചു, പിന്നെ ഇത്രയും ഭാഗം മാത്രം നോക്കിയാൽ പോരെ. എത്ര 3 ഉണ്ട്? 1 2 3 4 5 ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. 3x + y അതുപോലെ പറഞ്ഞു. 2ാം സംഖ്യ ഇയാൾക്ക് എന്ത് പറയാൻ പറ്റും? 3 1 2 3 4 5 എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ആദ്യ ഭാഗത്ത് 3x - y എന്ന് പറയുന്ന സംഖ്യ 3 സെയിം ആണ്. 2 കൃത്യംഗ സംഖ്യ സെയിം ആണ്. 2 കൃത്യംഗ സംഖ്യ സെയിം ആ സമയത്ത് ആ 2 പേരുടെയും ബേസുകൾ സെയിം ആണെങ്കിൽ, ബേസ് മീൻസ് താഴെയുള്ള സംഖ്യകൾ സെയിം ആണെങ്കിൽ മസ്റ്റായിട്ടും പവറുകൾ സെയിം ആയിരിക്കും. ഇവിടെ ബേസുകൾ സെയിം ആയതുകൊണ്ട് പവറായ x - y എന്ന് പറയുമ്പോൾ = 7 എന്ന് പറയാം. അതുപോലെ റൈറ്റ് ഭാഗത്തും 3x + y എന്ന് പറയുമ്പോൾ = 3/5 തുല്യമാണ്. 2 സംഖ്യകളുടെ ബേസുകൾ സെയിം ആണല്ലോ. ലെഫ്റ്റ് ഭാഗത്ത് ബേസ് 3 ആണ്, റൈറ്റ് ഭാഗത്തും ബേസ് 3 ആണ്. പവറുകളായ x + y വാല്യൂ അപ്പോൾ എന്തായിരിക്കും? 5 ആയിരിക്കത്തില്ലേ? അപ്പോൾ എന്ത് പറയാം? x + y = 5 എന്നും പറയാം. അപ്പോൾ 2 സമവാക്യം കിട്ടി. x - y എന്ന് പറയുമ്പോൾ 7 ആണ്, x + y 5 ആണ്. ഒരുമിച്ച് പറയാം. x - y എന്ന് പറയുമ്പോൾ 7 ആണ്, x + y എന്ന് പറയുമ്പോൾ 5 എന്നും കിട്ടി. ഓക്കെ ഇല്ലയോ? ഇത് സമവാക്യം 1, ഇത് 2 എന്നിരിക്കട്ടെ. കണ്ടുപിടിക്കേണ്ട 6 വാല്യൂ ആണ് x.
ഒരു സമവാക്യം വെച്ചുകൊണ്ട് ഒരു വേരിയബിളിൻ്റെ ഒരു അക്ഷരത്തിൻ്റെ വാല്യൂ കണക്കാക്കണമെങ്കിൽ ആ സമവാക്യത്തിൽ ആ അക്ഷരം മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ എക്സിൻ്റെ വില കണ്ടെത്തണമെങ്കിൽ സമവാക്യത്തിൽ എക്സ് മാത്രം, വൈ കണ്ടുപിടിക്കണമെങ്കിൽ വൈ മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? ഇവിടെ രണ്ട് സമവാക്യമുണ്ട്, ഇവിടെ എക്സും വൈയും ഉണ്ട്, ഇവിടെ എക്സും വൈയും ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം ചെയ്യേണ്ടത് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ ഈ രണ്ട് സമവാക്യങ്ങൾ വെച്ചുകൊണ്ട് എക്സ് മാത്രമുള്ള സമവാക്യം ഉണ്ടാക്കണം. എക്സ് മാത്രമാക്കാൻ ആരെ ഒഴിവാക്കണം? വൈ ഒഴിവാക്കണ്ടേ? മുകളിൽ വൈ മൈനസ് വൈ, താഴെ വൈ പ്ലസ് വൈ. ഈ രണ്ട് സമവാക്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുമ്പോൾ വൈ അങ്ങ് പോകും? ഓർക്കുക, ഇവിടെ മുകളിൽ വൈ മൈനസ് ആണ്, താഴെ പ്ലസ് ആയതുകൊണ്ട് വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ ആ വൈ ഒഴിവാക്കാൻ കൂട്ടുക, വ്യത്യസ്തമാണെങ്കിൽ കൂട്ടുക, സെയിം ചിഹ്നമാണ് കുറയ്ക്കുക. സെയിം നോക്കിക്കോണേ, ഇത് എക്സ് ഒഴിവാക്കാൻ പറയുവാണെങ്കിൽ എക്സ് പ്ലസ് ആണ്, താഴെ പ്ലസ് ആണ്. ഈ എക്സ് ആണ് ഒഴിവാക്കേണ്ടതെങ്കിൽ ഇവ തമ്മിൽ കൂട്ടിയാൽ മതി, കുറച്ചാൽ മതി. എക്സുകൾ സെയിം ആണ്, ചിഹ്നം സെയിം ആണെങ്കിൽ കുറയ്ക്കുക, വ്യത്യസ്ത ചിഹ്നമാണ് കൂട്ടുക. ഇവിടെ മൈനസ് വൈ ആണ്, താഴെ പ്ലസ് വൈ ആവുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാം സമവാക്യത്തെ രണ്ടാം സമവാക്യം ഇങ്ങോട്ട് കൂട്ടാം. കൂട്ടുമ്പോൾ എക്സും എക്സുമായിട്ട് കൂട്ടിയാൽ 2x കിട്ടും. മൈനസ് വൈയുടെ കൂടെ പ്ലസ് വൈ കൂട്ടിയാൽ 0 ആയിട്ട് മാറും. റൈറ്റ് ഭാഗത്ത് 7 5 കൂട്ടിയാൽ 12 വരും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 12/2 സമയം എത്ര ആയിരിക്കും? 6. എക്സിൻ്റെ വാല്യൂ 6 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ പറയാം. 4 മൂന്നക്ക സംഖ്യകളുടെ ശരാശരി 335 ആയി കണക്കാക്കിയിരിക്കുന്നു. എന്നാൽ അതിൽ 8 എന്ന അക്കം ഒരു സംഖ്യയുടെ 2ാം സ്ഥാനത്തും മറ്റൊരു സംഖ്യയുടെ 3ാം സ്ഥാനത്തും ആണുള്ളത്. ഇത് 3 എന്ന് തെറ്റായി വായിച്ചു എന്ന് മനസ്സിലായി. ഈ തെറ്റ് പരിഹരിച്ചാൽ ഈ 4 സംഖ്യയുടെ ശരാശരി എത്ര ആയിരിക്കും? 4 മൂന്നക്ക സംഖ്യയുടെ ശരാശരി 335. ഈ 4 സംഖ്യ ശരാശരി കാണുന്നതിനാ, ശരാശരി കാണുന്ന മാർഗം എന്ന് പറയുമ്പോൾ തുകയെന്ന് പറയുന്ന സംഖ്യ എണ്ണം കൊണ്ട് ഹരിക്കുക. ശരാശരി കാണുന്ന മാർഗം എന്ന് പറയുമ്പോൾ തുക ഭാഗം എണ്ണമാണല്ലോ, അറിയാമല്ലോ. ശരാശരി കാണുന്ന മാർഗം ശരാശരി ഈസ് ഈക്വൽ ടു ആകത്തുക എന്ന് പറയുന്ന സംഖ്യ എണ്ണം കൊണ്ട് ഹരിക്കുക. അങ്ങനെയാണെങ്കിൽ ശരാശരിയുമുണ്ട് എണ്ണമുണ്ടെങ്കിൽ തുക കാണുന്ന മാർഗം എന്തുവാ? തുക കാണുന്ന മാർഗം എന്ന് പറയുമ്പോൾ ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ 4 സംഖ്യകളുടെ ഇപ്പോഴത്തെ സം എന്ന് പറയുമ്പോൾ തുകയെന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു ശരാശരിയായ 335 എന്ന് പറയുന്ന സംഖ്യയെ എന്താ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അത് ഈസ് ഈക്വൽ ടു ഗുണിക്കുവാണ് 4 20 ആണ്, ശിഷ്ടം 2 ആണ്, 12 14 ശിഷ്ടം 1 ആണ്, 12 13 1340 ആണ് ഇപ്പോൾ സംഖ്യകളുടെ സം. ക്വസ്റ്റ്യൻ പറയുന്നു, ഈ സംഖ്യയുടെ സമയത്ത് 2 അക്കങ്ങൾ മാറിപ്പോയി. എല്ലാം മൂന്നക്ക സംഖ്യയാണല്ലോ, മൂന്നക്ക സംഖ്യ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. ഒരു കാര്യം ചെയ്യാം, 3 അക്കമുള്ള സംഖ്യയാണ് ഉറപ്പാട് ആ സംഖ്യയ്ക്ക് ഒരു ഒറ്റയുടെ സ്ഥാനം ഉണ്ടാകും, 10ന്റെ സ്ഥാനം കാണും, 100ന്റെ സ്ഥാനം കാണും. ചുമ്മാ ജസ്റ്റ് നോക്കാം, ഇങ്ങനെ നോക്കാം. വേണ്ടേ, ഓരോ സംഖ്യകൾക്കും ഓരോ ഒറ്റയുടെ സ്ഥാനമുണ്ട്, 10ന്റെ സ്ഥാനമുണ്ട്, 100ന്റെ സ്ഥാനമുണ്ട്. ഇങ്ങനെ ആകെ 3 സംഖ്യയുണ്ട്. 2ാം സംഖ്യയ്ക്കും ഒറ്റയുടെ സ്ഥാനമുണ്ട്, 10ന്റെ സ്ഥാനമുണ്ട്, 100ന്റെ സ്ഥാനമുണ്ട്. 3ാമനും സെയിം ആണ്, ഒറ്റയുണ്ട്, 10 ഉണ്ട്, 100 ഉണ്ട്. 4ാമനും ഒറ്റയുണ്ട്, 10 ഉണ്ട്, 100 ഉണ്ട്. ഓക്കെ അല്ലയോ? ക്വസ്റ്റ്യൻ പറയും, ഇതിനകത്ത് ഏതോ ഒരു സംഖ്യയുടെ നടുക്കുള്ള സംഖ്യ 8 വരണ്ടയാണ്. അപ്പോൾ 1ാം സംഖ്യ ആയിരുന്നെങ്കിൽ 1ാം സംഖ്യ നടുക്ക് 8 വരേണ്ടതായിരുന്നു. മറ്റൊരു സംഖ്യയുടെ അവസാനക്കം 8 വരണ്ടയാണ്. മറ്റൊരു സംഖ്യ സപ്പോസ് 2ാം സംഖ്യയാണ്, അതിൻ്റെ അവസാനക്കമായിട്ട് അതും 8 വരേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം മാറിപ്പോയി, എഴുതിയ സമയത്ത് ഈ 8കൾക്ക് പകരം 3 കൊടുത്തുപോയി. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ആവർത്തിക്കുകയാണെങ്കിൽ സംഖ്യകൾ 1ാം സംഖ്യ, സംഖ്യ 2ാം സംഖ്യ, സംഖ്യ 3ാം സംഖ്യ, സംഖ്യ 4ാം സംഖ്യ ആണെങ്കിൽ 1ാം സംഖ്യ നടുക്ക് 8 വരണ്ട, 8ന് പകരം എത്ര കൊടുത്തുപോയി? 3 കൊടുത്തുപോയി, ചെറിയ സംഖ്യ ആയിപ്പോയി. 2ാം സംഖ്യയുടെ അവസാനക്കം 8, അതിനും പകരം 3 കൊടുത്തുപോയി ആണല്ലോ. അങ്ങനെ കൊടുത്തുപോയെങ്കിൽ ഈ 2 അക്കങ്ങൾ എടുത്തു മാറ്റി പകരം 8 കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പുതിയ ശരാശരി കാണാൻ പറയാം. പുതിയ ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ പുതിയ സംഖ്യകളുടെ സമ്മിനെ എണ്ണമായ 4 കൊണ്ട് ഹരിച്ചാൽ പോരെ. അപ്പോൾ ആദ്യം എന്ത് കാണണം? സം കണക്കാക്കണ്ടേ? നോക്കാം. കൊടുക്കേണ്ട സംഖ്യകൾ 8 8 നമുക്കിവിടെ ബാക്കിയുള്ള ഒരു സ്ഥാനത്ത് അക്കങ്ങൾ അറിയത്തില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യാം, 1ാം സംഖ്യയുടെ നടുക്ക് 8 വരണം, 2ാം സംഖ്യയുടെ ലാസ്റ്റൊക്കെ 8 ആണല്ലോ വരേണ്ടത്. ഒരു കാര്യം ചെയ്യാം, ഒന്ന് കൂട്ടി നോക്കാം. കൂട്ടി നോക്കുകയാണെങ്കിൽ മുകളിൽ കൂട്ടാനൊന്നുമില്ല, ഇവിടെ നാടിയൊന്നുമില്ല. ദാറ്റ് മീൻസ് 88 എന്ന് വന്നു. യഥാർത്ഥ സമ്മിനകത്ത് 88 വരേണ്ടത്, പക്ഷെ പകരം എത്ര എന്ന് വന്നു? കൂട്ടുവാണെങ്കിൽ എത്ര കിട്ടും? 33 വന്നു. അതായത് യഥാർത്ഥ സമ്മിനകത്ത് വരേണ്ടത് 88 എന്നാണ്. അതായത് ഈ സമ്മിനകത്ത് 88 വരേണ്ടത്, പക്ഷെ എത്ര കൊടുത്തുള്ളൂ? 33. 88 വരണം, 33 കൊടുത്തുള്ളൂ. മീൻസ് എത്ര കുറഞ്ഞു പോയി? 88 - 33 = 55 കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആ 4 മൂന്നക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നോ അതിനേക്കാട്ടിൽ 55 കുറവാണ് ഇപ്പോഴത്തെ ഈ സം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സം കാണുന്ന മാർഗം എന്തുവാ? യഥാർത്ഥ സം കാണാൻ പറയുമ്പോൾ, യഥാർത്ഥ തുക കണ്ടെത്താൻ പറയുമ്പോൾ പഴയ തുകയായ 1340 എന്ന് പറയുന്ന തുകയുടെ കൂടെ എത്ര കൂടെ കൂട്ടിയാൽ മതി? 55 കൂടെ കൂട്ടിയാൽ പോരെ. കൂട്ടി നോക്കാം. 5 വരട്ടെ, 9 വരട്ടെ, 3 വരട്ടെ, 1 വരട്ടെ. ഇതാണ് പുതിയ സം അല്ലെങ്കിൽ യഥാർത്ഥ സം. യഥാർത്ഥ സം ഉണ്ടെങ്കിൽ യഥാർത്ഥ ശരാശരി കാണുന്ന മാർഗം എന്തുവാ? ഇവരാകെപ്പാട് 4 പേരാണല്ലോ. ഈ 4 പേർ ആകെ സം എന്ന് പറയുമ്പോൾ ഇത്രയുമാണെങ്കിൽ ശരാശരി കാണുന്ന മാർഗം എന്തുവാ? ശരാശരി കാണാൻ പറയുമ്പോൾ തുകയെന്ന് പറയുന്ന സംഖ്യ എണ്ണം കൊണ്ട് ഹരിച്ചാൽ പോരെ. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ശരാശരി ഈക്വൽ ടു യഥാർത്ഥ സമ്മായ 1395 എന്ന് പറയുന്ന സംഖ്യ എന്തുകൊണ്ട് ഹരിക്കാം? 4 കൊണ്ട് ഹരിക്കാം. ഒന്ന് ഹരിച്ചു നോക്കിയേ. 1395 എന്ന് പറയുന്ന സംഖ്യയെ സൈഡിൽ മാറ്റി ഒരു 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 4 3 12 വന്നു, ശിഷ്ടം 1 9, 4 16 വന്നു, ശിഷ്ടം 3 5, 8 4 32 എന്ന് വന്നു, ശിഷ്ടം 3 വന്നു. താത്തറക്കാൻ സംഖ്യയില്ല, പകരം പോയിന്റ് കൊടുത്തു, 0 കൊടുത്തു. 7 4 28 എന്ന് വന്നു, ശിഷ്ടം 2 0 കൊടുക്കാം. 4 5 20 ആണെങ്കിൽ ഇനി ഹരിക്കേണ്ട കാര്യമില്ല. സോ ആൻസർ ഈസ് ഈക്വൽ ടു 348.75 ആണ് യഥാർത്ഥ ശരാശരി. അടുത്ത ക്വസ്റ്റ്യൻ. പ്ലസ് സമം ഇൻറ്റു ആണ്, മൈനസ് സമം പ്ലസ് ആണ്. അങ്ങനെയാണെങ്കിൽ 5 + 3 - 8 × 2 എന്ന് പറയും 19 ആകണമെങ്കിൽ ഈ ഇൻറ്റുവിന് പകരം എന്ത് ചിഹ്നം വരണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഭാഗം വരുവോ, പ്ലസ് വരുവോ, മൈനസ് വരുവോ, ഒന്നും വരത്തില്ലയോ? ഒന്ന് നോക്കാം. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഉത്തരം 19 ആണെങ്കിൽ 2 കേസ് പറയുന്നുണ്ട്. ഈ പ്ലസിന് പകരം ആരെ കൊടുക്കാം? ഇൻറ്റു കൊടുക്കാം. മൈനസ് പകരം പ്ലസും കൊടുക്കാം. കൊടുത്തിട്ട് ഇൻറ്റുവിന് പകരം ഏത് ചിഹ്നം കൊടുക്കുകയാണ് 19 എന്ന് നമുക്ക് ലെഫ്റ്റ് ഭാഗം മാത്രം എടുക്കാം. 5 + 3 - 8 × 2 ആണല്ലോ. ഒരു കാര്യം ചെയ്യാം. പ്ലസിന് പകരം എന്ത് കൊടുക്കാൻ പറയുന്നു? പ്ലസിന് പകരം കൊടുക്കാം ഇൻറ്റു മാർക്ക് കൊടുക്കാം. മൈനസ് വരെ കൊടുക്കാം, പ്ലസും കൊടുക്കാം. ഇനി ഇവിടെ വരേണ്ട ആളെ കാണാൻ പറയുക. ഓക്കെ അല്ലയോ? നോക്കിക്കോണേ. ഇത്ര നോക്കുവാണെങ്കിൽ ഇവിടെ പ്ലസിന് പകരം ഇൻറ്റു വന്നു പോയി, മൈനസ് പകരം പ്ലസ് വന്നു പോയി. ഇനി ആരൊക്കെ ബാക്കിയുണ്ട്? ഇൻറ്റു പ്ലസിന് ആരൊക്കെ ബാക്കിയുണ്ട്? ഒരു മൈനസും ബാക്കിയുണ്ട്, ഒരു ഭാഗവും ബാക്കിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻറ്റുവിന് പകരം ഒന്നുകിൽ മൈനസ് വരാം, അല്ലെങ്കിൽ ഭാഗം വരാം. നമ്മൾ ആദ്യം ഒരു മൈനസ് കൊടുക്കാം. മൈനസ് കൊടുത്തു ശരി നോക്കാം. മൈനസ് കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? I 3 15 എന്ന് വന്നു, പ്ലസ് 8 - 2 എത്ര ആയിരിക്കും? പറ 6 എന്ന് വന്നു. 15 6 കൂടി എത്ര പറ? 21 വരും. വരണ്ട എത്ര പറ? 19. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഈ ഇൻറ്റൂന് പകരം നിങ്ങൾ മൈനസ് കൊടുത്തിട്ട് കാര്യമില്ല, വെട്ടിക്കളയാം. അപ്പോൾ എന്തേ വരത്തുള്ളായിരിക്കും? പറ ഭാഗമാണല്ലോ. ചെയ്തു നോക്കാം. ദാണ്ടെ 5 എടുത്തു, 3 എടുത്തു, 8 എടുത്തു, 2 എടുത്തു. പ്ലസിന് പകരം ആരെ കൊടുക്കാം? ഇൻറ്റു മാർക്ക് കൊടുക്കാം. മൈനസ് പകരം ആര് കൊടുക്കാം? പ്ലസ് കൊടുക്കാം. ഇനി ഇവിടെ ഇൻറ്റുവിന് പകരം ഡിവിഷൻ മാർക്ക് കൊടുത്തു നോക്കാം. ബോർഡ് മാസ് ആദ്യം എന്ത് ഹരിക്കണ്ടായോ? ഇങ്ങനെ ചെയ്തോ. ഈസ് ഈക്വൽ ടു 5 3 ഗുണിച്ചാൽ 15 പ്ലസ് 8 2 ഹരിച്ച് എത്ര ആയിരിക്കും? 8 12 ഈസ് ഈക്വൽ ടു 4 ആണ്. 15 + 4 സമയം എത്ര കിട്ടി? 19 കിട്ടിയില്ലേ? കിട്ടിയല്ലോ. ഏത് കൊടുത്തപ്പോഴാ? ഇൻറ്റുവിന് പകരം നിങ്ങൾ ഡിവിഷൻ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ആൻസർ 19 വരുത്തുള്ളൂ. അടുത്ത ദിവസത്തിലേക്ക് പോകാം. രാജു 20 ദിവസത്തിൽ പൂർത്തിയാക്കുന്ന ജോലി റാണി 15 ദിവസത്തിൽ പൂർത്തിയാക്കും. സഹിൽ അതേ ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഇവർ 3 പേരും 2 ദിവസം ജോലി ചെയ്ത ശേഷം ബാക്കി ജോലി രാജു മാത്രം തുടരുന്നുവെങ്കിൽ രാജുവിന് എത്ര ദിവസം കൂടി അധികം വേണ്ടി വരും? അപ്പോൾ ഒരേ ജോലിയാണ്. രാജു ചെയ്യുകയാണെങ്കിൽ അത് 20 ദിവസം വേണം. റാണിക്കാണെങ്കിൽ 15 ദിവസം വേണം. സാഹിലിനാണ് 12 ദിവസം വേണം. 3 പേര് ഒരുമിച്ച് ജോലി ആരംഭിക്കുന്നു. 2 ദിവസം കഴിയുന്ന സമയത്ത് ഈ റാണിയും പോകുന്നു, സാഹിലും പോകുന്നു. ഈ 2 പേരെ ഒഴിവായി പോയിട്ട് ബാക്കിയുള്ള പണി രാജുവിനെ മാത്രം ചെയ്യുകയാണെങ്കിൽ രാജു പിന്നെ വീണ്ടും എത്ര ദിവസം കൂടി ജോലി ചെയ്യേണ്ടി വരും എന്നാണ് ചോദ്യം. വർക്കാൻ ടൈമാണല്ലോ. ഒരു ജോലി ചെയ്യാൻ വേണ്ടി ദിവസങ്ങൾ ആദ്യം എന്ത് വേണം? ജോലിയുടെ ആകെ അളവ് വേണ്ടേ? ജോലിയുടെ ആകെ അളവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 സംഖ്യ കൊണ്ടും പൂർണ്ണമായിട്ടും ഹരിക്കുവാൻ കഴിയുന്ന ഏത് സംഖ്യയെ സങ്കല്പിക്കാം. അതായത് 20 കൊണ്ടും 15 കൊണ്ടും 12 കൊണ്ടും പൂർണ്ണമായിട്ടും ഹരിക്കുവാൻ കഴിയുന്ന ഒരു സംഖ്യ നമുക്ക് ജോലിയായിട്ട് സങ്കല്പിക്കാം. ഈ 3 സംഖ്യ കൊണ്ടും പൂർണ്ണമായിട്ടും ഹരിക്കുവാൻ കഴിയുന്ന ആദ്യ സംഖ്യ എന്ന് പറയാൻ ഇവിടെ LCM ആയതുകൊണ്ട് LCM കണക്കാക്കാം.
ഈ മൂന്ന് സംഖ്യയെ 20ഉം 15ഉം 12ഉമാണ്. അതിൽ 20ഉം 15ഉം മാത്രം ഡിവൈഡ് ചെയ്യാം 5 കൊണ്ട്. 5 4 20 I 3 15 5 കൊണ്ട് 12 ഹരിക്കാൻ കഴിയില്ല. സോ 12 താഴേക്ക് താത്തിറക്കി വെച്ചു. ഇനി 4ഉം 3ഉം 12ഉമാണ്. ഇതിൽ 4ഉം 3ഉം 12 പൊതുവായിട്ടിരിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് 4ഉം 12ഉം മാത്രം ഹരിക്കാം 4 കൊണ്ട്. ഹരിക്കുകയാണെങ്കിൽ 1 4 4 കിട്ടി. 3 താത്തിറക്കി. 3 4 12. ഇനി 3ഉം 3ഉം മാത്രം ഹരിക്കാം 3 കൊണ്ട്. ഹരിക്കുകയാണെങ്കിൽ 1നെ ഹരിക്കാൻ കഴിയില്ല. 1 3 3 1 3 3 ആണെങ്കിൽ ഇനി ഹരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ LC എത്ര കിട്ടും? LC എന്ന് പറയുമ്പോൾ is equal to 5 × 4 × 3 × 1 ആണല്ലോ. I 4 20 20 3 ഗുണിച്ചാൽ 60 LCM. ഈ LCM ആയിട്ട് കിട്ടിയ സംഖ്യയാണ് നമ്മുടെ ഈ വർക്കിന്റെ ടോട്ടൽ വർക്ക് എന്നിരിക്കട്ടെ, ആകെ ജോലി. അപ്പം ജോലി ആര് ചെയ്താലും എങ്ങനെ ചെയ്താലും ജോലി കഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ 60ൽ 60ഉം കഴിയണം. ഓക്കെ ആണല്ലോ. ഈ 60 രാജു ചെയ്തത്, ഇത് 60 റാണി ചെയ്തത്, ഇത് 60 സാഹി ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ 60 യൂണിറ്റ് വർക്ക് ചെയ്യുവാൻ രാജു എന്ന് പറയുന്ന ആൾക്ക് 20 ഡേയ്സ് വേണമെങ്കിൽ രാജുവിൻ്റെ ഒരു ദിവസത്തെ കഴിവ് അഥവാ അവൻ എഫിഷ്യൻസി കാണുന്ന മാർഗം എന്തുവാ? 60 യൂണിറ്റ് വർക്ക് ചെയ്യുവാൻ രാജുവിന് 20 ദിവസം വേണ്ടി വന്നുവെങ്കിൽ രാജു ഓരോ ദിവസവും ചെയ്യുന്ന വർക്കിൻ്റെ അളവിന് വിളിക്കുന്ന പേരെന്താ? അവൻ്റെ എഫിഷ്യൻസിയാണ്, അവൻ്റെ കഴിവാണ്. അത് കണക്കാക്കാൻ രാജു ചെയ്ത ആകെ വർക്കിൻ്റെ അളവ് 60നെ അവന് വേണ്ട ആകെ ദിവസം കൊണ്ട് ഹരിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ രാജുവിൻ്റെ കഴിവ്, രാജുവിൻ്റെ എഫിഷ്യൻസി കാണാൻ ചോദിക്കുവാണെങ്കിൽ ടോട്ടൽ വർക്കായ 60 എന്ന് പറയുന്ന സംഖ്യയെ അവന് വേണ്ട ആകെ സംഖ്യയായ ദിവസമായി 20 കൊണ്ട് ഹരിക്കാം. എത്ര കിട്ടും? 3 എന്ന് കിട്ടി എന്ന് പറ. അർത്ഥം എന്തായിരിക്കും പറ? രാജു എല്ലാ ദിവസവും 3 യൂണിറ്റ് വീതം വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 20 ഡേയ്സ് ആകുമ്പോൾ 20 3 60 കഴിയും. ഇതുപോലെ രണ്ടാമനായ റാണിയുടെ എഫിഷ്യൻസി കാണുകയാണെങ്കിൽ റാണിയുടെ എഫിഷ്യൻസി കാണാൻ പറയുമ്പോൾ ചെയ്ത മാർഗം എന്താ? അവൾ ചെയ്ത ആകെ വർക്കായ 60 എന്ന് പറയുന്ന സംഖ്യ അവൾക്ക് വേണ്ട ആകെ ദിവസമായ 15 കൊണ്ട് ഹരിച്ചാൽ മതി. എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇതുപോലെ സാഹിൽ എന്ന് പറയുന്ന ആളുടെ എഫിഷ്യൻസി കാണുകയാണെങ്കിലോ അപ്പോഴെന്തായിരിക്കും പറ? ആകെ വർക്കായ 60നെ അവനുണ്ട് ആകെ ദിവസമായ 12 കൊണ്ട് ഹരിച്ചാൽ പോരെ. എത്ര കിട്ടും? 5 കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാജു 3 യൂണിറ്റ് വർക്ക് ചെയ്യും, റാണിയാണെങ്കിൽ 4 ചെയ്യും, സാഹിലാണെങ്കിൽ 5 ചെയ്യും. ഓക്കെ ഇല്ലയോ? ക്വസ്റ്റ്യൻ പറയുന്നു ഈ 3 പേരും ഒരുമിച്ച് വർക്ക് ആരംഭിക്കുന്നു. 3 പേര് ഒരുമിച്ച് വർക്ക് ആരംഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും രാജുവിൻ്റെ ഭാഗം രാജു ചെയ്യും, റാണിയുടെ ഭാഗം റാണി ചെയ്യും, സാഹിലിൻ്റെ ഭാഗം സാഹിൽ ചെയ്യുമെങ്കിൽ ഈ 3 പേരും ചേർന്ന് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ രാജു 3 ചെയ്യും, റാണി 4 ചെയ്യും, സാഹിൽ 5 ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം അവർ ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ഈ 3 സംഖ്യ കൂട്ടിയാൽ പോരെ. 3 + 4 + 5 സമയം എത്ര? 4 3 7 7 5 12 യൂണിറ്റ് വർക്ക് അവർ ചെയ്തു. ഈ 3 പേരും ചേർന്ന് ഒരു ദിവസം 12 യൂണിറ്റ് വർക്ക് ചെയ്യുമെങ്കിൽ 2 ദിവസം കൊണ്ട് അവർ എത്രമാത്രം വർക്ക് ചെയ്ത് കാണും? 2 ദിവസം കൊണ്ട് അവർ തീർത്ത വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ദിവസം തീർത്ത വർക്ക് എന്ന് പറയുമ്പോൾ 12 ആ 12 എത്ര മടങ്ങ് എടുത്താൽ മതി? 2 ദിവസമാണെങ്കിൽ 2 മടങ്ങ് എടുത്താൽ പോരെ. 12 2 സമയത്ര 24 യൂണിറ്റ് വർക്ക് അവർ 2 ദിവസം കൊണ്ട് പൂർത്തിയായി കാണും. ജോലി ആകെ എത്ര ഉണ്ട്? 60. എത്ര കഴിഞ്ഞുള്ളൂ? 24. ബാക്കി വല്ലതും ഉണ്ടോ? എത്ര ബാക്കിയുണ്ട്? ബാക്കിയുള്ള ജോലി എന്ന് പറയുമ്പോൾ = ആകെ വർക്ക് ചെയ്യുന്ന കഴിഞ്ഞവർക്ക് കുറച്ചാൽ പോരെ. എത്ര കൊണ്ട് പറ? 36 യൂണിറ്റ് വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? റാണിയും അങ്ങ് പോയി, സാഹിലും പോയി, റാണിയും പോയി, സാഹിലും പോയി. ബാക്കി ആര് മാത്രം ചെയ്യാൻ പോവാ? ബാക്കി ഇവർക്ക് രാജു മാത്രം ചെയ്യുവാണെങ്കിൽ രാജുവിന് മാത്രം ഈ ജോലി ചെയ്യാൻ വേണ്ടി ദിവസം കാണണം. ബാക്കി എത്ര വർക്കുണ്ട്? 36. രാജു ജോലിക്ക് വരികയാണെങ്കിൽ അവനെക്കൊണ്ട് ഒരു ദിവസം 3 യൂണിറ്റ് വർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഡെയിലി 3 യൂണിറ്റ് വർക്ക് ചെയ്ത രാജുവിനെ കൊണ്ട് നമ്മൾ ഈ ഫുൾ വർക്ക് ചെയ്യിച്ചാൽ എത്ര ദിവസം കൂടി ചെയ്യാൻ പറ്റും? അത് കാണുന്ന മാർഗം എന്തോ? ഒറ്റ കാര്യമുള്ള ദിവസം കാണാൻ പറയുമ്പോൾ ബാക്കി ദിവസം കാണാൻ പറയുമ്പോൾ എളുപ്പമാണ്. ബാക്കി എത്ര വർക്കുണ്ട്? 36. ആ 36 എന്ന് പറയുന്ന വർക്കിനെ രാജുവിൻ്റെ എഫിഷ്യൻസിയായ 3 കൊണ്ട് ഹരിച്ചാൽ മാത്രം മതി. 36/3 സമയം എത്ര? 12 ആയിരിക്കും രാജുവിന് വീണ്ടും ചെയ്യേണ്ട ദിവസങ്ങളുടെ എണ്ണം. 12 എന്ന് വെച്ചാൽ 12 ദിവസം കൂടി രാജു എക്സ്ട്രാ ജോലി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ജോലി പൂർത്തിയാകത്തുള്ളൂ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കിരൺ 12% അർദ്ധവാർഷിക കൂട്ടുപലിശ നിരക്കിൽ 50,000 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര തുക തിരിച്ചു ലഭിക്കും? കിരൺ നിക്ഷേപിച്ച എമൗണ്ട് 50,000, പലിശ നിരക്ക് 12%, വർഷം ഒരു വർഷമാണ്. പക്ഷേ കാണുക അർദ്ധവാർഷികമായിട്ടാണ്. അർദ്ധവാർഷികമായിട്ട് കൂട്ടുപലിശയിൽ എമൗണ്ട് കാണാൻ സമവാക്യം ഇതാണ്. എമൗണ്ട് A = P × 1 + R/2 / 100 2 R/2 ആണ്. അർദ്ധവാർഷികമായിട്ട് കാണുന്ന സമയത്ത് എപ്പോഴും പലിശ നിരക്കിൻ്റെ പകുതി എടുക്കാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ. വാല്യൂ കൊടുക്കാം. Pക്ക് പകരം കൊടുക്കാം 50,000. Pക്ക് പകരം കൊടുക്കാം 50,000. കാര്യം പ്രിൻസിപ്പൾ ആണ് 50,000.
ഇൻറ്റു 1+r/2 ആറിൻ്റെ വാല്യൂ 12. സോ 12ൻ്റെ പകുതി ബൈ 100 ദ ഹോൾ റേസ് ടു 2 2 ഇൻറ്റു n സമം എത്ര 1. അപ്പോൾ ഈസ് ഈക്വൽ ടു 50,000 അത് ഇൻറ്റു 1+12/2 എത്രയാണ് പറ 6. അപ്പം 6/100 ദ ഹോൾ റേസ് ടു 1 2 2 എന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 50,000 ഇൻറ്റു 6/100 വാട്ട് അങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ 100 100 100 6 കൂട്ടിയാൽ 106. സോ 106/100 എന്ന് പറയുന്ന ആളുടെ എന്ത് കാണണം സ്ക്വയർ മീൻസ് അർത്ഥം എന്തുവാ ആ സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഗുണിച്ചാൽ പോരി മതി. മുകളിലും താഴെ സംഖ്യകളുടെ അവസാനക്കം 0 വെട്ടിക്കളയാൻ പറ്റുമല്ലോ. അപ്പോൾ നോക്കിയേ ഈ 2 0 ഈ 2 0 വെട്ടിപ്പോയി, ഈ 2 0 ഈ 2 0 വെട്ടിപ്പോയി, വെട്ടാൻ സംഖ്യകളൊന്നുമില്ല. 106നെ 106 കൊണ്ട് ഗുണിച്ചിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ 5 എന്ന് പറയുന്ന സംഖ്യ 106 ഇൻറ്റു 106 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഗുണിക്കാം 106 ഗുണിച്ചാൽ അതിൻ്റെ സ്ക്വയർ ആണല്ലോ. ഗുണിച്ച് നോക്കാം 106 എന്ന് പറയുന്ന സംഖ്യ സൈഡ് മാറ്റി 106 കൊണ്ട് ഗുണിക്കൂ. 6 36 ശിഷ്ടം 3 ആണ്. 1 6 6 എന്ന് വന്നു. 0 കൊടുക്കാം 0 കൊടുക്കാം 0 കൊടുക്കാം 1 6 6 0 1 1 6 3 12 1 1. ആ കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യണം 5 കൊണ്ട് വീണ്ടും ഗുണിക്കണം. ഗുണിക്കാം 6 5 30 ശിഷ്ടം 3 ആണ്. 18 ശിഷ്ടം 1 ആണ്. 10 12 ശിഷ്ടം 1 ആണ്. 5 1 6 1 5 5 വന്നു. അതായത് 5 6 1 8 0 ഇത്രയും രൂപയായിരിക്കും ഒരു വർഷം കഴിയുമ്പോൾ അയാൾക്ക് തിരിച്ച് ലഭിക്കുക. അടുത്ത ചോദ്യം. 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 20 സെക്കൻഡിൽ ഒരു പാലത്തിൽ കൂടി കടന്നു പോകുന്നു. ആ ട്രെയിനിൻ്റെ സ്പീഡ് 10 മീറ്റർ/സെക്കൻഡ് കൂട്ടിയാൽ ട്രെയിൻ കടന്നു പോകുവാൻ പാലത്തിൽ കൂടെ 10 സെക്കൻഡിൽ കടന്നു പോകുമെങ്കിൽ ആ പാലത്തിന് നീളം എത്ര? ആൻസറിലേക്ക് പോകാം. ഒരു ട്രെയിന് 100 മീറ്റർ നീളമുണ്ട്. അത് കടന്നു വരുന്ന വഴിയിൽ ഒരു പാലം, നീളം പറയുന്നില്ല. ട്രെയിൻ അതിന് നോർമൽ സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ പാലം മറികടന്ന് പോകുവാൻ വേണ്ട സമയം എന്ന് പറയുമ്പോൾ 20 സെക്കൻഡാണ്. പക്ഷേ പതിവായിട്ട് പോകുന്ന വേഗത്തിനേക്കാട്ടിൽ ആ വേഗത 10 മീറ്റർ/സെക്കൻഡ് വേഗത കൂട്ടി പോവുകയാണെങ്കിൽ വേഗത കൂടി അവ സംഭവം എന്ത് ചെയ്യുക സമയം കുറയും. വേഗത കൂട്ടുകയാണെങ്കിൽ അതേ പാലത്തിൽ കൂടി 10 സെക്കൻഡ് കൊണ്ട് മറികടന്ന് പോകാൻ കഴിയുമെങ്കിൽ ചോദിക്കുകയാണ് പാലത്തിന് നീളം എത്ര? ഇപ്പം കണ്ടുപിടിക്കുക എന്താണ് പറ പാലമാണല്ലോ. കണ്ടുപിടിക്കേണ്ട പാലത്തിന് നീളം എന്ന് പറയുമ്പോൾ കൊടുക്കാം ഒരു എക്സ് മീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. പാലം എക്സ് മീറ്റർ. ട്രെയിനിൻ്റെ കേസ് അറിയാമല്ലോ. ട്രെയിനിൻ്റെ ഏത് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്തും ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ നീളത്തിൻ്റെ കൂടെ മറികടക്കേണ്ട വസ്തുവിൻ്റെ നീളം കൂട്ടണം. ട്രെയിൻ ഏതൊരു വസ്തുവിനെ മറികടക്കേണ്ട ദൂരം എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ ലെങ്തിൻ്റെ കൂടെ മറികടക്കേണ്ട വസ്തുവിൻ്റെ നീളം കൂട്ടിയേച്ചാൽ മതി. സമവാക്യം അറിയാമല്ലോ. ആ ഒറ്റ സമവാക്യം മാത്രമേ ഉള്ളൂ. ഡിസ്റ്റൻസ് ടൈം സ്പീഡ് ഓക്കെ ആണല്ലോ. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നു ട്രെയിൻ ആദ്യം പോയ വേഗത്തിനേക്കാട്ടിൽ 10 മീറ്റർ/സെക്കൻഡ് വേഗത കൂട്ടി പോവുകയാണെങ്കിൽ സമയം എന്ത് ചെയ്യും? ആദ്യം 20 ആണ്, ഇപ്പം എത്രയായിട്ട് മാറും? 10 മാറും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ട്രെയിൻ ആദ്യം പോയ വേഗതയും രണ്ടാമത് വേഗതയും കണക്കാക്കാം. വേഗത കാണുന്ന മാർഗം എന്തുവാ? സ്പീഡ് കാണുന്ന മാർഗം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. 100 മീറ്റർ നീളമുള്ള തീവണ്ടി എക്സ് മീറ്റർ നീളമുള്ള ഒരു പാലം മറികടക്കുകയാണെങ്കിൽ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ നീളത്തിൻ്റെ കൂടെ മറികടക്കേണ്ട പാലം കൂട്ടിയാൽ പോരെ. ട്രെയിനിൻ്റെ നീളം 100 ആണ്, പാലം എക്സുമാണെങ്കിൽ ട്രെയിൻ പോകേണ്ട ദൂരം എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു 100 + x മീറ്റർ ആയിരിക്കും. ഇത്രയും ദൂരം പോകണം. അതിൽ 100 എന്താണ്? ട്രെയിനാണ്. എക്സ് എന്താണ് പറ? പാലവുമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇത്രയും ദൂരം ആ ട്രെയിൻ 20 സെക്കൻഡോട് ആദ്യം മറികടന്നുവെങ്കിൽ ആദ്യം പോയി സ്പീഡ് കാണുന്ന മാർഗം എന്തുവാ? ആദ്യം പോയി സ്പീഡ് എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്പീഡ് എന്ന് പറയുമ്പോൾ ആദ്യം പോയ ദൂരമായ 100 + x എന്ന് പറയുന്ന ദൂരത്തിന് ആദ്യം പോയ സമയമായി 20 കൊണ്ട് ഹരിച്ചാൽ പോരെ. കാരണം ഡിസ്റ്റൻസ് ബൈ ടൈമാണ് ആദ്യത്തെ സ്പീഡ്. രണ്ടാം സമയത്ത് എന്ത് സംഭവിച്ചു? ട്രെയിനിൻ്റെ സ്പീഡ് കൂടിയത് കൊണ്ട് അതേ ദൂരം 10 സെക്കൻഡ് കൊണ്ട് മറികടന്നുവെങ്കിൽ രണ്ടാമത് സ്പീഡ് കാണുന്ന മാർഗം എന്തുവാ? രണ്ടാം സ്പീഡ് S2 എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ രണ്ടാം സ്പീഡ് കാണാൻ പറയുന്ന സമയത്ത് രണ്ടാമതും ദൂരം സെയിം ആണല്ലോ. ആ 100 + x എന്ന് പറയുന്ന ദൂരം എത്ര സെക്കൻഡ് കൊണ്ട് പോയി? 10 സെക്കൻഡിൽ പോയെങ്കിൽ അതിനെ 10 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ രണ്ടാം സ്പീഡ് കിട്ടും.
ക്വസ്റ്റ്യൻ പറയുന്നു ആദ്യം പോയ സ്പീഡിനെക്കാട്ടിൽ 10 മീറ്റർ/സെക്കൻഡ് കൂടുതലാണ് രണ്ടാം സ്പീഡ്. എന്ന് വെച്ചാൽ ആദ്യം പോയ സ്പീഡായ S1ന്റെ കൂടെ നമ്മൾ ഒരു 10 മീറ്റർ/സെക്കൻഡ് കൂട്ടുകയാണെങ്കിൽ മാത്രമേ രണ്ടാം വേഗതയായ S2 ലഭിക്കത്തുള്ളൂ. ഒരു സമവാക്യമായില്ലയോ? അപ്പോൾ ആദ്യ വേഗതയായ 100+x/20 എന്ന് പറയുന്ന ഈ സംഖ്യയുടെ കൂടെ നമ്മളൊരു 10 മീറ്റർ/സെക്കൻഡ് കൂട്ടുകയാണെങ്കിൽ മാത്രമേ രണ്ടാം സ്പീഡായ 100+x/10 എന്ന് വരത്തുള്ളൂ. ഒരു ഇക്വേഷൻ ആയല്ലോ. എക്സിന്റെ വാല്യൂ കണ്ടാൽ പോരായോ? എക്സ് ആരാണ് പറ? പാലമാണ്. കണക്കാക്കാൻ നോക്കിക്കോടെ. ഒരു സമവാക്യമാണ്. ഇയാളുടെ താഴെ 20 ഉണ്ട്, ഇയാളുടെ താഴെ 10 കൊണ്ട് ഭിന്നസംഖ്യയാണ്. ഭിന്നസംഖ്യ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടായേക്കാം. അങ്ങനെ ഭിന്നസംഖ്യ വരികയാണെങ്കിൽ ഇയാളുടെ താഴെ ആരാണ് പറ? 20. ഇവിടെ ആരാ 10 പറ? 10. അപ്പോൾ 20ൻ്റെയും 10ൻ്റെയും എൽ സി എത്ര ആയിരിക്കും? 20 ഇല്ലയോ? ആ 20 കൊണ്ട് നിങ്ങൾ ഫുള്ളും ഗുണിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഈ ഓരോ ഭിന്നസംഖ്യ നിങ്ങൾ 20 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഈ ഫ്രാക്ഷൻസ് മാറി കിട്ടും. ഒരു കാര്യം ചെയ്യാം, മൊത്തത്തിൽ 20 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സംഖ്യ 100+x/20 എന്ന് പറയുന്നതാണ് ഞാൻ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി രണ്ടാം സംഖ്യയെ 10 എന്ന് പറയുന്ന സംഖ്യയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് = മൂന്നാം സംഖ്യയായ 100+x/10 എന്ത് ചെയ്യണം? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഈ 20യും പോയില്ലേ? ബാക്കി ആര് മാത്രം വന്നു? 100+x എന്ന് മാത്രം വന്നു. പ്ലസ് 20ഉം 10ഉം ഗുണിച്ചാൽ 200 എന്ന് വന്നു. = 10 2 അല്ലേ 20 എന്ന് പറഞ്ഞാൽ 100+x × 2 എന്നും വന്നു. ഓക്കെ ആണല്ലോ. 100ഉം 200ഉം കൂട്ടിയാൽ 300. സോ 300+x = ഈ 2 അകത്തോട്ട് കയറുവാണെങ്കിൽ 2 × 100 ഗുണിച്ചാൽ 200 എന്ന് വരും. പ്ലസ് 2 × x ഗുണിച്ചാൽ 2x എന്ന് വരും. ഓക്കെ അല്ലയോ? ആരുടെ വാല്യൂ കാണും? എക്സിന്റെ വാല്യൂ ആണല്ലോ. എക്സ് എല്ലാം അങ്ങ് വലതു ഭാഗത്ത് പോട്ടെ, സംഖ്യ ഇപ്പുറത്ത് വരട്ടെ. ഇവിടെ 300 കിടപ്പുണ്ട്. 200 ഇപ്പുറത്ത് വന്നാൽ -200 എന്ന് വന്നു. = x അപ്പുറത്ത് പോയാൽ 2x - x എന്ന് വന്നു. ഇങ്ങോട്ട് മാറ്റിയിടാൻ നോക്കിക്കോണേ. കണ്ടല്ലോ. 300 - 200 സമം എത്ര? 100. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ = 2x ന്ന് 1x കുറച്ചാൽ x. ദാറ്റ് മീൻസ് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 100. എക്സിന്റെ വാല്യൂ 100 ആണ്. എക്സ് എന്ന് പറയുമ്പോൾ ആരായിരുന്നു? പാലമല്ലേ. പാലം എത്ര മീറ്റർ നീളമുണ്ട്? 100 മീറ്റർ നീളം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മെന്റബിലിറ്റി ആണ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഒരു സീരീസ് ആണ് 3, 15, നെക്സ്റ്റ് നമ്പർ അറിയത്തില്ല, 255, 1023. മൂന്നാം സംഖ്യയാണ്. ഇവിടെ ബന്ധം ഇതാണ്. ഒന്നാം സംഖ്യ എന്ന് പറയുമ്പോൾ 3 അല്ലയോ? 3 വരുന്നത് എങ്ങനെയാണ്? 2ന്റെ സ്ക്വയർ കണ്ടാൽ 4 കിട്ടും. ആ 4ൽ നിന്ന് 1 കുറയ്ക്കുകയാണെങ്കിൽ 3 വരും. അപ്പോൾ ഒന്നാം സംഖ്യ എന്ന് പറയുമ്പോൾ 2² - 1 ആണ്. രണ്ടാം സംഖ്യ 15. 50 എന്ന് പറയുമ്പോൾ നോക്കണം, അടുത്തുള്ള സ്ക്വയർ 4ൻ്റെയാണ്. സോ 4ന്റെ സ്ക്വയർ 16. 16 - 1 കണ്ടാൽ 15 കിട്ടും. രണ്ടാം സംഖ്യ എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ - 1 ആണ്. ഇനി ഈ സംഖ്യ ഇയാളെന്ന് പറയുമ്പോൾ നോക്കിക്കോണേ, ഇയാൾക്ക് അടുത്ത സ്ക്വയർ ആരാ പറയാമോ? ഇയാളുടെ സ്കോർ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 16. 16ന്റെ സ്കോർ എന്ന് പറയുമ്പോൾ 256 ആണ്. 256 - 1 ആണ് 255 എന്ന് വെച്ചാൽ ഇയാളെന്ന് പറയുമ്പോൾ 16ന്റെ സ്ക്വയർ -1 വന്നു. ഇയാളുടെ കേസ് ആണെങ്കിൽ ഇയാളെന്ന് പറയുമ്പോൾ 32ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1024 ആണ്. അതേ -1 ആണ് ഈ സംഖ്യ. ഇപ്പോൾ നോക്കിയ സമയത്ത് 2² - 1 ആണ് ഫസ്റ്റ് നമ്പർ, 4² - 1 ആണ് സെക്കൻഡ് നമ്പർ, ഫോർത്ത് നമ്പർ എന്ന് പറയുന്നത് 16² - 1 ആണ്. ഇത് 32 സ്ക്വയർ -1 ആണ്. ഇവിടെ എന്ത് വരും നോക്കാം. ആദ്യം 2, 2, 2, 4. സോ 4, 2 എത്ര? 8. അപ്പോൾ നെക്സ്റ്റ് നമ്പർ എത്ര ആയിരിക്കും? 8ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചാൽ പോരെ. 8ന്റെ സ്ക്വയർ -1 എന്ന് പറയുമ്പോൾ 8² 64 -1 സമം എത്ര? 63. ഈ സംഖ്യ 63 വന്നു. ശരിയാണെന്ന് നോക്കാം. 2, 2, 2, 4, 4, 2, 8, 8, 2, 16, 12 എത്ര? 32 അല്ലയോ? കറക്റ്റ് സീരീസ് ആണല്ലോ. ഉത്തരം ഏതാണ് പറ? 63. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിവിൻ 500 രൂപ കൊടുത്ത് ഒരു വാച്ച് വാങ്ങിയ ശേഷം അത് 10% ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു. ഷിനോ അത് 20% നഷ്ടത്തിൽ ജനുവിന് വിറ്റു. ജനു അത് 10% നഷ്ടത്തിൽ ജീവന് വിറ്റുവെങ്കിൽ ജീവൻ ആ വാച്ച് വാങ്ങാൻ എത്ര കൊടുത്തു എന്നാണ് ചോദ്യം. ആൻസറിലേക്ക് പോവാം. ഇവിടെ ആകെപ്പാടെ 4 പേരുണ്ട്. ഒന്നാം നിവിൻ ഒരു സാധനം വാങ്ങിച്ചു 500 രൂപയ്ക്ക്. അവൻ വാങ്ങിയ സാധനം 10% ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു. ലാഭം മീൻസ് അർത്ഥം നമുക്കറിയാം വില കൂട്ടുകയാണല്ലോ. അതായത് നിവിൻ വാങ്ങിച്ച എമൗണ്ടിനെക്കാട്ടിൽ 10% വില കൂട്ടി ഷിനോയ്ക്ക് കൊടുത്തു. ഷിനോ ആ സാധനം വാങ്ങിയിട്ട് എന്ത് ചെയ്തു? 20% നഷ്ടത്തിൽ ജനുവിന് കൊടുത്തു.
നഷ്ടം മീൻസ് അർത്ഥം അവൻ എന്ത് ചെയ്യാൻ പോവുക, അവൻ വാങ്ങിച്ച എമൗണ്ടിനെക്കാട്ടി എന്ത് ചെയ്യാൻ പോവുക, 20% കുറച്ച് കൊടുക്കാൻ പോവുക ആണല്ലോ. അപ്പോൾ ഷിനു വാങ്ങിച്ച എമൗണ്ടിനെക്കാട്ടിൽ 20% വില കുറച്ച് ജനുവിന് കൊടുത്തു. ജനു അവൻ ആ സാധനം വാങ്ങിച്ചിട്ട് അവൻ വാങ്ങിച്ച സാധനം എന്ത് ചെയ്തു, വീണ്ടും 10% നഷ്ടത്തിൽ ജീവന് കൊടുത്തു. നഷ്ടം മീൻസ് അർത്ഥം എന്തുവാ, വീണ്ടും വില കുറയ്ക്കുകയാണല്ലോ എന്ന് വെച്ചാൽ എത്ര രൂപയ്ക്ക് ജനു സാധനം വാങ്ങിച്ചു, അവൻ വാങ്ങിച്ച എമൗണ്ടിനെക്കാട്ടിൽ 10% കുറച്ചാണ് ജീവന് കൊടുത്തുവെങ്കിൽ ജീവൻ ആ സാധനം വാങ്ങുവാൻ വേണ്ടി മുടക്കിയ എമൗണ്ട് കാണാൻ പറയുക. ഈ പേരെല്ലാം പോട്ടെ, ലാഭം എന്ന് പറയുമ്പോൾ വില കൂട്ടുകയാണല്ലോ, നഷ്ടം മീൻസ് വില കുറയ്ക്കുകയാണല്ലോ. പിന്നെ എടുക്കാം, ഒരാൾ സാധനം വാങ്ങിച്ചു, ആ സാധനം 10% വില കൂട്ടി രണ്ടാമന് കൊടുത്തു. അയാൾ ആ സാധനം 20% വില കുറച്ച് മൂന്നാമന് കൊടുത്തു. പുള്ളി ആ സാധനം വീണ്ടും 10% കുറച്ച് നാലാമന് കൊടുത്തുവെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു സാധനം അതിൻ്റെ വില ആദ്യം 10% കൂട്ടി, പിന്നെ 20% കുറച്ചു, വീണ്ടും 10% കുറച്ചാണ് നാലാമന് കിട്ടിയെങ്കിൽ നാലാമനിട്ട് എമൗണ്ട് കാണുന്നത് എങ്ങനെയാ, ഇങ്ങനെ കാണാം. എത്ര വിലയുണ്ടായിരുന്നു പറ, 500 വിലയുണ്ടായിരുന്നു. ഓക്കെ ആണോ? ആദ്യം എന്തു, 10% ലാഭം എന്ന് പറയുമ്പോൾ 10% വില കൂട്ടിയെന്ന നമുക്കറിയാം. ശതമാനമായിട്ട് 10 കൂട്ടിയ അർത്ഥം എപ്പോഴും യഥാർത്ഥ വില 100% ആയതുകൊണ്ട് 10% കൂട്ടി മീൻസ് അർത്ഥം വിൽക്കേണ്ട വില 110% എന്ന് വെച്ചാൽ 500 എന്ന് പറയുന്ന സംഖ്യയുടെ 110% നിവിൻ എന്ന് പറയുന്ന ആള് രണ്ടാമനായി ഷിനോയ്ക്ക് കൊടുത്ത വില. ഈ വിലയ്ക്ക് ഷിനോ വാങ്ങിച്ചു. അവൻ ആ വിലയ്ക്ക് വാങ്ങിയ സാധനം എന്ത് ചെയ്തു, അതിനേക്കാട്ടിൽ എന്താ 20% നഷ്ടത്തിൽ മൂന്നാമന് കൊടുത്തു. നഷ്ടം മീൻസ് അർത്ഥം ഇപ്പൊ എത്ര രൂപയ്ക്ക് അവൻ സാധനം വാങ്ങിച്ചു അതിനെക്കാട്ടിൽ 20% കുറച്ചു കൊടുക്കുകയില്ലേ. 20% കുറച്ച അർത്ഥം എന്തായിരിക്കും പറ, അവൻ വാങ്ങിച്ച എമൗണ്ടിന്റെ 80% എന്ത് ചെയ്ത് അവൻ മൂന്നാമനായി ആർക്ക് കൊടുത്തത്, ജനുവിന് കൊടുത്തത്. ഇപ്പൊ ജനു വാങ്ങിച്ച വിലയാണ് ഈ സാധനം. ജനു വാങ്ങിച്ച ഈ വില എന്ത് ചെയ്തു, വീണ്ടും എന്ത് ചെയ്തു, അതേ സാധനം വീണ്ടും 10% വില കുറച്ച് ജീവന് കൊടുക്കുന്നു. 10% കുറച്ച അർത്ഥം എന്തായിരിക്കും പറ, വീണ്ടും നഷ്ടമാണല്ലോ, കുറവാണല്ലോ. 10 കുറച്ച അർത്ഥം എന്തായിരിക്കും, ഇപ്പൊ എത്ര രൂപയ്ക്കാണ് അവൻ ആ സാധനം വാങ്ങിച്ചു അതിനേക്കാട്ടിൽ എത്ര, 10 കുറച്ചാൽ 90% ആക്കിയിട്ട് നാലാമന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഒരു സാധനം ആദ്യം 10% വില കൂട്ടി 20% വില കുറച്ച് വീണ്ടും ഒരു 10% കുറച്ചുവെങ്കിൽ ഈ വിലയാണ് ആര് വാങ്ങിച്ച വില, ജീവന്റെ വില. ലഘൂകരിക്കാണ്ടേ ഈ 2 0 ഈ 2 0 വെട്ടിപ്പോകും. ഇയാളും 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 വെട്ടിപ്പോകും. ഇയാളും പോകും. ബാക്കി ആര് വന്നു, ഒരു 5 വരും, ഒരു 11 വരും, ഒരു 8 വരും, ഒരു 9 വരും, ബൈ 10 വരും. വെട്ടിക്കളയാം. 5 2 10, 2 4 8, ഗുണിച്ചാൽ ആരൊക്കെയുണ്ട്, 11 ഉണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്. ഗുണിക്കാം. 9 4 36, 11 പറയ സംഖ്യ 36 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 396 ജീവൻ ആ സാധനം വാങ്ങുവാൻ വേണ്ടി മുടക്കിയ എമൗണ്ട്. അടുത്ത ദിവസത്തിലേക്ക് പോകാം. 40 മീറ്റർ തൻ്റെ ഓഫീസിൽ നിന്നും വടക്ക് ദിശയിലേക്ക് നടന്നു. അതിനുശേഷം വലത്തോട്ടിരിഞ്ഞ് 8 മീറ്റർ വീണ്ടും നടക്കുന്നു. വീണ്ടും വലത്തോട്ടിരിഞ്ഞ് 37 മീറ്റർ നടന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തൻ്റെ ഓഫീസിൽ നിന്നും എത്ര ദൂരത്തിലാണ്? ആൻസറിലേക്ക് പോകാം. ആദ്യമായിട്ടൊരു കോമ്പസ് വരയ്ക്കാം. ഇതാണ് കോമ്പസ്. മുകൾ ഭാഗം നോർത്ത്, ഇവിടെ സൗത്ത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്, വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ്. ഇതാണ് എപ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു കക്ഷി ഇവിടെ നിൽക്കുന്നു. ഇവിടുന്ന് പുള്ളിക്കാരൻ നേരെ എങ്ങോട്ടേക്ക് പോകുന്നു, വടക്കോട്ടാണ്. വടക്കെന്ന് പറയുമ്പോൾ എങ്ങോട്ടാ, മേപ്പോട്ട് പോകണം. എത്ര മീറ്റർ പോകുന്നു, 40 മീറ്റർ. മേപ്പോട്ട് പോകാം. ഒരു 40 മീറ്റർ പോയി, 40 മീറ്റർ പോയി. ശേഷം പുള്ളിക്കാരൻ എങ്ങോട്ടേക്ക് പോകുന്നു, വലത്തോട്ടെന്നാണ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, മേപ്പോട്ട് ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ വലത് കൈ ഇപ്പുറത്താണോ ഇപ്പുറത്താണോ? മേപ്പോട്ട് പോകുന്ന ആളെ വലത് കൈ ഇപ്പുറത്തില്ലയോ? വലത് കൈ ഏത് ഭാഗത്താണോ അങ്ങോട്ട് പോയാൽ വലത്തുനിന്ന്. അപ്പോൾ എന്ത് ചെയ്യാം, വലത്തോട്ട് പോകാം. എത്ര മീറ്റർ പോകുന്നു, 8 മീറ്റർ പോകുന്നു. ഇതാണ് ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ. വീണ്ടും അയാൾ പോകുന്നു 34 മീറ്റർ വലത്തോടുന്ന. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഇങ്ങോട്ട് നടക്കുന്ന ആളുടെ വലത് കൈ താഴെയാണ്, ലെഫ്റ്റ് ഹാൻഡ് മുകളിലാണ്. വലത് കൈ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയാൽ വലത്തുനിന്നാണല്ലോ. പോകാം, വലത്തോട്ട് പോകാം. ഇങ്ങോട്ടൊക്കെ താഴേക്ക് പോകാം. എത്ര മീറ്റർ പോകുന്നു, 37 മീറ്റർ പോകുന്നു. എങ്കിൽ ഇവിടെ നിന്നുവെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള ഈ അകലം എന്ന് പറഞ്ഞാൽ ഈ അകലം കാണാൻ പറയുക. ഓക്കെ ആണല്ലോ. ഈ ഡിസ്റ്റൻസ് കണക്കാക്കണം. ചരിഞ്ഞ അകലങ്ങൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ത്രികോണം വരയ്ക്കണം. ത്രികോണം ഒരു മട്ട ത്രികോണമായിരിക്കണം. ഈ അകലം 40, ഈ അകലം 30. ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ഇതിലേക്ക് ഒരു ലംബം വരയ്ക്കാം. ഉണ്ടാകുന്ന 90 ഡിഗ്രി ആയിരിക്കും.
ഇത്രയും ഒരു മട്ടത്രികോണമാണ്. ഈ മട്ടത്രികോണത്തിൻ്റെ കർണമെന്ന് പറയുന്ന ഭാഗത്ത് ലെങ്ത് കണക്കാക്കാൻ പറയുക. ഈ കർണം കണക്കാക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് വശങ്ങൾ നീളമുണ്ടെങ്കിൽ മാത്രമേ കർണം കാണാൻ പറ്റൂ. ഉറപ്പായിട്ടും ഈ നീളവും ഇതും സെയിം ആയിരിക്കുമല്ലോ. ഈ അകലം 8 മീറ്റർ ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 8 മീറ്റർ തന്നെ ആയിരിക്കും. ഇവിടെ നിന്ന് താഴെ വരെ ആകെപ്പാട് 40 മീറ്റർ ഉണ്ടതിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ 34 ആണെങ്കിൽ ഇത് 34 ആണെങ്കിൽ ഇത് 34 ആയിരിക്കുമല്ലോ. ഓക്കെ അല്ലയോ? ഇവിടെ നിന്ന് ഇവിടെ വരെ ആകെപ്പാട് 40 വരണമെങ്കിൽ 34ന്റെ കൂടെ നമ്മൾ 6 കൂട്ടുകയാണെങ്കിൽ മാത്രമേ 40 ആകത്തുള്ളൂ. എന്ന് വെച്ചാൽ ബാക്കി എത്ര? ഇത്രയും 6 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മട്ടത്രികോണം മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതാണ് അകലം കണ്ടെത്തണം. അവിടെ ഇത് 8 ആണ്, ഇത് 6 എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു മട്ടത്രികോണത്തിൻ്റെ പാദം 6 ലംബം 8 ആണ്. കർണം കണ്ടെത്താൻ നിങ്ങൾ പൈതൃകത്തിൽ പറയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പാദം 6 ലംബം 8 കർണം ഉറപ്പാടും 10 വരത്തുള്ളൂ. ഓർത്ത് വെക്കുക, 6ഉം 8ഉം കണ്ടാൽ കർണം 10 വരത്തുള്ളൂ. അതുപോലെ 3ഉം 4ഉം കണ്ടാൽ കർണം 5 വരത്തുള്ളൂ. ഓക്കെ ആണോ? അതുപോലെ 5ഉം 12ഉം കണ്ടാൽ കർണം 13 വരത്തുള്ളൂ. ഈ 3 സംഖ്യ ഓർത്ത് വെച്ചോ. 3, 4, 5, 6, 8, 10, 5, 12, 13. ഇങ്ങനെ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളായിട്ട് വരാൻ ചാൻസ് ഉള്ള സംഖ്യകളുടെ പേരാണ് പൈതഗോറിയൻ ത്രയങ്ങൾ. മറന്നു പോകണ്ട, പൈതഗോറിയൻ ത്രയങ്ങൾ ഏതൊക്കെയാണ്? 3, 4, 5ഉം 6, 8, 10ഉം 5, 12, 13 ഒക്കെ എക്സാമ്പിൾസാണ്. ഓക്കെ ആണല്ലോ? ഇവിടെ എന്ത് കിട്ടി? നമ്മുടെ പാദം 6 ആണ്, ലംബം 8 ആണ്, കർണം എത്രയുള്ളൂ? കർണം 10 വരുമെങ്കിൽ ഉറപ്പായിട്ടും അയാൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നും എത്ര? 10 മീറ്റർ അകലെയാണ് പുള്ളിക്കാരൻ്റെ വീട്. ഓക്കെ ആണല്ലോ? പകരം എത്രയാണ്? 10 മീറ്റർ ആണ്. ഈ പോയിന്റ് മറന്നു പോലെ, ഈ 3 സംഖ്യ മറന്നു പോകണ്ട. ഇതുപോലെ വീണ്ടും സംഖ്യ ഉണ്ടാക്കാൻ പറ്റും, മറന്നു പോകണ്ട. ഇതുപോലെ മട്ടത്രികോണത്തിന് വശങ്ങളായിട്ട് വരാൻ ചാൻസ് ഉള്ള സംഖ്യകളുടെ പേരാണ് പൈതഗോറിയൻ ത്രയങ്ങൾ. ഇപ്പം 3ഉം 4ഉം കണ്ടാൽ കർണം 5 ആയിരിക്കും, 6ഉം 8ഉം കണ്ടാൽ 10 ആയിരിക്കും, 5ഉം 12ഉം കണ്ടാൽ 13 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഒരു പ്രത്യേക കോഡ് പ്രകാരം ടീച്ചറിൻ്റെ കോഡ് തന്നിരിക്കുന്ന ആ വാക്കാണെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കോഡ് എത്ര? ആൻസറിലേക്ക് പോകാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, കോഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷിലെ A to Z ലെറ്റേഴ്സിൻ്റെ ആൽഫബറ്റിക് ഓർഡർ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അത് പഠിച്ച് വളരെ എളുപ്പമായിരിക്കും. നോക്കിക്കോണേ, അതിങ്ങനെ T എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ 20ാമനാണ്, E എന്ന് പറയുമ്പോൾ 5ാമനാണ്, A എന്ന് പറയുമ്പോൾ 1ാമനാണ്, C എന്ന് പറയുമ്പോൾ 3ാമനാണ്, H എന്ന് പറയുമ്പോൾ 8ാമനാണ്, E എന്ന് പറയുമ്പോൾ വീണ്ടും 5ാമനാണ്, 6 18ാമനാണ്. ഇവർക്കൊന്ന് മാറ്റം നോക്കാം. T Y ആയിട്ട് മാറിയല്ലോ. Y എന്ന് പറയുമ്പോൾ 25 മാറി. സോ 20ഉം 5ഉം 5 കൂടി. ഈ 5ാമനാണ്, J ആയിട്ട് മാറിയല്ലോ. J 10 ആണ്. 10 മീൻസ് 5ഉം 5ഉം 10 ആവും. 10 വീണ്ടും എത്ര? 5 കൂടി. A 1ാമനാണ്, അവിടെ ഇപ്പോൾ F ആയിട്ട് മാറി. F എന്ന് പറയുമ്പോൾ 6ാമനാണ്. ഇപ്പം 1ഉം 5ഉം 6. ഇപ്പോഴേ കാര്യം മനസ്സിലായി. C 3ാമനാണ്, പക്ഷെ അവിടെ H ആയിട്ട് മാറി. H 8ാമനാണ്. 3 8 ആവുമ്പോൾ അവിടെ 5 കൂടി. H 8ാമനാണ്, അവിടെ H വരെ M വന്നു. M എന്ന് പറയുമ്പോൾ 13ാമനാണ്. സോ 8ഉം 5ഉം 13. ബാക്കി നോക്കേണ്ട കാര്യമില്ല, എങ്കിലും നോക്കാം. E എന്ന് പറയുമ്പോൾ 5ാമനാണ്, അവിടെ J ആയിട്ട് മാറി. J 10 മാറുമ്പോൾ 5ഉം 5ഉം 10. അതുപോലെ 6 18ാമനാണ്, അത് W ആയിട്ട് മാറുന്ന സമയത്ത് 18ഉം 5ഉം 21, Y 23. സോറി, W 23. ഓക്കെ ആണല്ലോ? അതായത് ഈ കിടന്ന ഓരോ വാക്ക് ലെറ്റേഴ്സ് എന്ത് ചെയ്തു? 5 വീതം കൂട്ടി പറഞ്ഞേക്കുക. അപ്പോൾ താഴെയും സെയിം ചെയ്താൽ പോരായോ? അപ്പോൾ ആദ്യമായിട്ട് എഡ്യൂക്കേഷൻ്റെ ഓരോ ലെറ്റേഴ്സിൻ്റെയും ആൽഫബറ്റിക് ഓർഡർ പറയാം. E എന്ന് പറയുമ്പോൾ 5 ആണ്, D എന്ന് പറയുമ്പോൾ 4 ആണ്, U എന്ന് പറയുമ്പോൾ 21ാമനാണ്, C എന്ന് പറയുമ്പോൾ 3ാമനാണ്, A എന്ന് പറയുമ്പോൾ 1ാമനാണ്, T എന്ന് പറയുമ്പോൾ 20ാമനാണ്, I എന്ന് പറയുമ്പോൾ 9ാമനാണ്, ഇനി O എന്ന് പറയുമ്പോൾ 15 ആണ്, N എന്ന് പറയുമ്പോൾ 14 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നും 5 വീതം കൂട്ടി പറയാം. അപ്പോൾ 5ഉം 5ഉം കൂട്ടിയാൽ ആദ്യം 10 വരണം, പിന്നെ 4ഉം 5ഉം കൂട്ടിയാൽ പിന്നെ 9ാമൻ വരണം, പിന്നെ 21ഉം 5ഉം 26ാമൻ വരണം, പിന്നെ 3ഉം 5ഉം 8ാമൻ വരണം, പിന്നെ 1ഉം 5ഉം 6ാമൻ വരണം, പിന്നെ 20ഉം 5ഉം 25 വരണം, പിന്നാണെങ്കിൽ 9ഉം 5ഉം 14 വരും, പിന്നെ 15ഉം 5ഉം 20 വരും, പിന്നാണെങ്കിൽ 14ഉം 5ഉം 19 വരും. നോക്കാം, ആരാണ് 10ാമൻ? 10ാമൻ എന്ന് പറയുമ്പോൾ J. ആരാണ് 9ാമൻ? 9 എന്ന് പറയുമ്പോൾ I. ആരാ 26ാമൻ? അവസാനത്തെ ആളാരാ? Z. ഓക്കെ അല്ലയോ? 8ാമൻ ആരാണ്? പറ H. 6ാമനാണെങ്കിൽ ആരാ? F. 25ാമൻ സെക്കൻഡ് ലാസ്റ്റ് ആരാണ്? പറ സെക്കൻഡ് ലാസ്റ്റ് ആരാ? Y. ആരാണ് 14ാമൻ? അതാരാണ്? N. ആരാ 20ാമൻ? T. ആരാ 19ാമൻ? S. സോ ഓപ്ഷൻ ഏതാ? പറ ഓപ്ഷൻ C. J I Z H F Y N T S. ഓപ്ഷൻ C. ഓക്കെ ആണല്ലോ?
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്ക് ബിയേക്കാൾ മാർക്ക് കൂടുതലുണ്ട്, ബിക്ക് ഡിയേക്കാൾ മാർക്ക് കുറഞ്ഞാണ്, എന്നാൽ ഇയേക്കാൾ മാർക്ക് കൂടുതലാണ്. ഇതിൽ സിക്ക് ഡിയേക്കാൾ ഉയർന്ന മാർക്കുണ്ട് എങ്കിൽ തന്നിരിക്കുന്നവയിൽ ശരിയേത്? ആൻസറിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ആദ്യ ഭാഗം പറയുന്നു എക്ക് ബിയേക്കാൾ മാർക്ക് കൂടുതലാണ്. ഒരു കാര്യം ചെയ്യാം, എന്നാ ഇത് എ ആണെന്നിരിക്കട്ടെ, ഒരു വലിയ വര, ഇത് എ ആണ്, ചെറിയ വര വരയ്ക്കാം, ഇത് ബി ആണ്. ഈ വര കാണും മനസ്സിലാവും ഉറപ്പായിട്ടും എ ആണ് വലുത്, ബി ചെറുതുമാണല്ലോ, ഉറപ്പായിട്ടും എക്ക് ബിയേക്കാൾ മാർക്ക് കുറവാണ്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് വരയ്ക്കാം. ക്വസ്റ്റ്യൻ രണ്ടാം ഭാഗത്ത് പറയുന്നു ബിക്ക് ഡിയേക്കാൾ മാർക്ക് കുറവാണ്. ഇപ്പം ഡി എന്ന് പറയുന്ന ആൾക്ക് എത്രമാത്രം മാർക്കുണ്ട്, അതിൽ കുറവാണ് ബിക്ക്. അപ്പോൾ ബിയേക്കാളിൽ മാർക്ക് കൂടിയ ഡിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വര വരയ്ക്കാം. വരയ്ക്കുന്ന സമയത്ത് നോക്കിക്കോണം, ഡി എന്ന് പറയുന്ന ആൾക്ക് ബിയേക്കാളിൽ മാർക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ആൾക്ക് പക്ഷെ വീണ്ടും പറയുന്നതെന്നാൽ ബിക്ക് ഇയേക്കാൾ മാർക്ക് കൂടുതലുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്ന ആൾക്ക് ഇയേക്കാട്ടി മാർക്ക് കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ വരയ്ക്കാം. ഈ വരയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കണം, അവിടെ ഇ എന്ന് പറയുന്ന ആളെക്കാട്ടിൽ മാർക്ക് കൂടുതലാണ് ബിക്ക്. ഇത്ര ഭാവകയാണല്ലോ, എക്ക് ബിയേക്കാൾ മാർക്ക് കൂടുതലാണ്, ബിക്ക് പക്ഷേ ഡിയേക്കാൾ മാർക്ക് കുറവാണെങ്കിലും ഇയേക്കാൾ മാർക്ക് കൂടുതലാണ്. വീണ്ടും ക്വസ്റ്റ്യൻ പറയുന്നു ഡിയേക്കാൾ മാർക്ക് കൂടിയ ആളാണ് സി. ഉറപ്പായും ഡിയേക്കാൾ മാർക്ക് കൂടിയ ആളെന്ന് പറയുമ്പോൾ ഡിയേക്കാട്ടി വലിയ വര വേണം, വലിയ വര വരയ്ക്കാം. വരയ്ക്കുന്ന സമയത്ത് ഡിയേക്കാൾ മാർക്ക് കൂടിയ ആളാണ് സി. ഇനി ബാക്കിയുള്ള സി എന്ന് പറയുന്ന ആൾക്കും ഡി എന്ന് പറയുന്ന ആൾക്കും ഇ എന്ന് പറയുന്ന ആൾക്കും എയുമായുള്ള ബന്ധം പറയാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ സങ്കല്പിക്കാം, എ ആണ് ഏറ്റവും മാർക്ക് കൂടിയ വ്യക്തി. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ പറയുന്നു എ എന്ന് പറയുന്ന ആൾക്ക് ബിയേക്കാട്ടിലും മാർക്ക് കൂടുതലാണ്, മാത്രമല്ല ബി എന്ന് പറയുന്ന ആൾക്ക് ഡിയേക്കാട്ടിൽ മാർക്ക് കുറവാണെങ്കിൽ പോലും ഇയേക്കാട്ടിൽ മാർക്ക് കൂടുതലാണ്, മാത്രമല്ല ഡിയേക്കാട്ടിൽ മാർക്ക് കൂടിയ ആൾ സിയുമാണെങ്കിൽ ആ 4 ഓപ്ഷൻസിൽ ശരി പറയാൻ പോവുക. ഇപ്പോൾ കാണുമറിയാം, ഏറ്റവും മാർക്ക് കൂടിയ ആൾ എ ആണ്, രണ്ടാമൻ സി ആണ്, മൂന്നാമൻ ഡി ആണ്, നാലാമൻ ബി ആണ്, ഏറ്റവും മാർക്ക് കുറയ്ക്കുന്ന ഇ ആയിരിക്കുമല്ലോ. ഫസ്റ്റ് ഓപ്ഷൻ വായിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നു ഡിക്കാണ് കുറഞ്ഞ മാർക്ക്. ശരിയാണോ? ഡിക്ക് കുറഞ്ഞ മാർക്കാണോ? അല്ലല്ലോ, ഡി മൂന്നാമനല്ലയോ, വെട്ടിക്കളയാം. തെറ്റ്. ഓപ്ഷൻ ബി പറയുന്നു ബിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. ശരിയാണോ? അല്ലല്ലോ, ബി എത്ര സെക്കൻഡ് ക്ലാസ് അല്ലയോ, അതും തെറ്റാണ്. തിരി പറയുന്നു എക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. നോക്കിക്കേ, ഒന്നാമൻ ആരാണ്? എ ആണല്ലോ, അപ്പോൾ അതാണ് ശരി ഉത്തരം, എക്കാണ് മാർക്ക് കൂടുതൽ ആണല്ലോ. ഇനി ഓപ്ഷൻ ഡി വായിച്ചു നോക്കാം. ഇക്കാണ് പുറയുന്ന 2ാം സ്ഥാനം. ഇക്ക് പുറകെ 2ാം സ്ഥാനമാണോ? ഇക്ക് ലാസ്റ്റ് സ്ഥാനമല്ലേ, അപ്പോൾ അതും തെറ്റാണല്ലോ. ഉത്തരം ഏതാണ്? എക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. ക്ലിയർ ആണല്ലോ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റാം മാധവന്റെ പുത്രന്റെ സഹോദരനാണ് എങ്കിൽ റാം മാധവന്റെ ആരാണ്? ആൻസറിലേക്ക് പോകാം. സിമ്പിളാണ് സംഭവം, രക്തബന്ധമാണ്. ക്വസ്റ്റ്യൻ പറയുന്നു റാം എന്ന് പറയുന്ന ആൾ മാധവന്റെ പുത്രന്റെ സഹോദരനാണ്. ഒന്ന് വരച്ചു നോക്കാം. മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പുത്രനുണ്ട്, ആ പുത്രന് വീണ്ടും ഒരു പുത്രനുണ്ട്, ആ പുത്രന്റെ സഹോദരനാണ് ആരാ? റാം. ഓക്കെ ആണോ? എങ്കിൽ ചോദിക്കുവാണ് മാധവന്റെ ആരാ? റാം എന്ന. ഓക്കെ അല്ലയോ? മാധവന്റെ പുത്രന്റെ 2 മക്കളാണല്ലോ ആണ് ഈ 2 പേര്. അങ്ങനെയാണെങ്കിൽ ഈ റാമെന്ന് പറയുന്ന ആളെ മാധവന്റെ ആയിരിക്കും മാധവന്റെ പുത്രനല്ലയോ, മകന്റെ മകനെ എന്ത് വിളിക്കും? കൊച്ചുമകൻ. ഓക്കെ ആണോ? പുത്രഭേദ കൊച്ചുമകൻ. തിരിച്ചു പറയുവാണെങ്കിലോ റാമിന്റെ അച്ഛനാണ് മാധവൻ. അപ്പൊ മാധവൻ എന്ത് വിളിക്കണം? റാമിന്റെ ആരാ? അപ്പൂപ്പൻ. ഓക്കെ ആണല്ലോ. ഇവിടെ ആൻസർ ചെയ്താ മാധവന്റെ പുത്രന്റെ സ്വരം സത്യം. ഈ 2 പേരും അപ്പൊ ആരാ? മാധവന്റെ പുത്രന്റെ മക്കളാ. ഉറപ്പായിട്ടും ഈ 2 പേരും മാധവന്റെ ആരായിരിക്കും? കൊച്ചുമക്കളാ. അതിൽ ഒരാളാണ് ആരാ? റാം. ഓക്കെ ആണേ. അടുത്ത ദിവസത്തിലേക്ക് പോകാം. തന്നിരിക്കുന്നതിൽ വ്യത്യസ്തമായത് ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ റേഡിയോ സ്പീക്കർ, ഓപ്ഷൻ ബി ഫോൺ സിം കാർഡ്, ഓപ്ഷൻ സി CPU പ്രോസസ്സർ, ഓപ്ഷൻ ഡി ചെടി ചട്ടി. ഇതിൽ PSC എന്ന സൂചികയിൽ ഉത്തരം പറയാം. ഓപ്ഷൻ ഡി ആണ് ചെടി ചട്ടി. കാര്യം ഇതായിരിക്കാം, റേഡിയോയ്ക്ക് അകത്താണ് സ്പീക്കർ വരിക, ശരിയല്ലേ? ഫോണിനകത്തെ സിം കാർഡ് വരും, ശരിയല്ലേ? CPU-നകത്തെ പ്രോസസ്സർ കാണത്തുള്ളൂ. അങ്ങനെ നോക്കുവാണെങ്കിൽ ആദ്യം പറയുന്ന ആൾക്കകത്ത് വേണം രണ്ടാമൻ വരാൻ. ചെടിക്കകത്താണോ ചട്ടി വരേണ്ടത്? വരേണ്ടത് എങ്ങനെയാ? ചട്ടിക്കകത്തേ ചെടി വരും. പുത്രഭേദായിരിക്കും ഓപ്ഷൻ ഡി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഘടികാരത്തിൻ്റെ മിനിറ്റ് സൂചി 35 മിനിറ്റ് കൊണ്ട് കാണിക്കുന്ന കോണിൻ്റെ അളവെത്ര എന്നാണ് ചോദ്യം.
ആൻസറിലേക്ക് പോകാം. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ക്ലോക്കിന് മിനിറ്റ് സൂചി 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ 6 ഡിഗ്രിയാണ്. ഓർത്ത് നോക്കുക, മിനിറ്റ് സൂചി 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ 6 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 35 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി ഉണ്ടാക്കുമെങ്കിൽ 35 ആകുമ്പോഴോ 35 എന്ന് പറയാൻ സംഖ്യയുടെ 6 മടങ്ങെടുത്താൽ പോരെ. ഗുണിക്കാം. 6 5 30 ശിഷ്ടം 3 ആണ്. 18 3 കൂട്ടിയാൽ 21, ഉത്തരം 210 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഓർക്കേണ്ട കാര്യം, ക്ലോക്കിൽ മിനിറ്റ് സൂചി 1 മിനിറ്റ് എത്ര ഡിഗ്രി ഉണ്ടാക്കുമ്പോൾ 6 ഡിഗ്രി ആണെങ്കിൽ 35 ആണ് എൻ്റെ 35 മടങ്ങ്. ഓക്കെ അല്ലേ? ഉത്തരം എത്ര ആയിരിക്കും? 210 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫെബ്രുവരി 1 2008 ഒരു ബുധനാഴ്ചയാണെങ്കിൽ മാർച്ച് 4 2008 ഏത് ദിവസമായിരിക്കും? ഒരു സിമ്പിൾ ചോദ്യമാണ്, കലണ്ടറാണ്, ആർക്കും ചെയ്യാൻ പറ്റും. ചോദ്യം ഇങ്ങനെയാണ്: 2008 ഫെബ്രുവരി മാസം 1 ബുധനാഴ്ചയാണെങ്കിൽ 2008 മാർച്ച് മാസം 4 കാണാൻ പറയാം. വളരെ സിമ്പിളായ കാര്യം, ഒരു മാസത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം, 2008 എന്ന് പറയുന്ന വർഷത്തിനകത്ത് ഫെബ്രുവരി മാസം പറയുന്നത് കൊണ്ട് ഈ 2008 എന്ന് പറയുന്ന വർഷം ലീപ്പ് ഇയർ ആണോ അല്ലെന്ന് നോക്കണം. ഒരു കൊല്ലം ലീപ്പ് ഇയർ ആകുന്നത് എങ്ങനെ? ആ വർഷത്തെ നിങ്ങൾ 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ ലീപ്പ് ഇയർ ആകത്തുള്ളൂ. 2008 എന്ന് പറയുന്ന സംഖ്യ 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കുവാൻ കഴിയുന്ന വർഷമായതുകൊണ്ട് ഫെബ്രുവരി അത് ലീപ്പ് ഇയർ ആണ്. മാത്രമല്ല ഫെബ്രുവരി മാസത്തിൽ ആകപ്പാട് 29 ദിവസം ഉണ്ടാവുകയും ചെയ്യും. നോക്കേണ്ട കാര്യം, ഫെബ്രുവരി മാസം 1 അറിയാം, മാർച്ച് മാസം 4 കാണാൻ പറയുന്ന സമയത്ത് ചെയ്യേണ്ടതാണ്, ഫെബ്രുവരി മാസം 1 ശേഷം 2 മുതൽ കണ്ടുപിടിക്കേണ്ട മാർച്ച് മാസം 4 വരെയുള്ള ദിവസങ്ങളുടെ ആകെ എണ്ണം എടുക്കുക. ഒന്നുകൂടെ പറയാം, ഫെബ്രുവരി മാസം 1 അറിയാമല്ലോ, അത് കൂട്ടണ്ട. 2 മുതൽ മാർച്ച് മാസം 4 വരെ ദിവസങ്ങളുടെ ആകെ എണ്ണം എടുക്കുക. അത് എടുക്കാൻ വേണ്ടി ഫെബ്രുവരി മാസം ഇപ്പം എത്രാം തീയതി? 1 തീയതി ആയല്ലോ. ഫെബ്രുവരി മാസം എത്ര ദിവസമുണ്ട്? 29 ദിവസം ഉണ്ടല്ലോ. അതിൽ ഈ 1 കുറച്ച ബാക്കി എത്ര? 1 ശേഷം ബാക്കി എത്ര ദിവസമുണ്ട്? 28 ദിവസമുണ്ട്. കാര്യം 28 1 29 ആകത്തുള്ളൂ. ഓക്കെ ആണോ? ദെൻ അടുത്ത മാസമാകാം മാർച്ച് മാസം ദിവസങ്ങളുടെ ആകെ എണ്ണം പറയുമ്പോൾ മാർച്ച് മാസം 4 തീയതി കാണാൻ പറയുമ്പോൾ മാർച്ച് മാസം 1 തീയതി മുതൽ 4 തീയതി ആകപ്പാട് 4 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസം 1 തീയതിക്ക് ശേഷം മാർച്ച് 4 ദിവസങ്ങളുടെ ആകെ എണ്ണം കാണാൻ പറയുമ്പോൾ തമ്മിൽ കൂട്ടാം, ആകപ്പാട് 32 ദിവസം. എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസം 1 തീയതിക്ക് ശേഷം 32 ദിവസമാണ് മാർച്ച് മാസം 4. ആ ദിവസം കാണാൻ പറയാൻ സമയത്ത് ഒരു കാര്യം ചെയ്യാം, ഈ 32 ഡേയ്സിനകത്തുള്ള ആഴ്ചകളുടെ ആകെ എണ്ണം കാണാം. ദിവസങ്ങളെ ആഴ്ചയാക്കുന്ന എങ്ങനെ? ഒരാഴ്ച എന്ന് പറയുമ്പോൾ 7 ഡേയ്സ് ആയതുകൊണ്ട് ദിവസങ്ങളെ ആഴ്ചയാക്കാൻ പറയുമ്പോൾ 7 കൊണ്ട് ഹരിക്കുക. ഒരു കാര്യം ചെയ്യാം, 32 എന്ന് പറയാൻ സംഖ്യ 7 കൊണ്ട് അങ്ങോട്ട് ഹരിക്കാം. 7 4 28 എന്ന് വന്നു. ശിഷ്ടം എത്ര ബാക്കി? 4 എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ആൻസർ എന്തെങ്കിലും വായിക്കാതെ നോക്കേണ്ട കാര്യമില്ല, ഒരു ശിഷ്ടം മതി. ഈ ആൻസർ മീൻസ് അർത്ഥം അറിയാമോ? 32 ദിവസത്തിനകത്ത് ആകപ്പാട് 4 കംപ്ലീറ്റ് വീക്ക് ഉണ്ട്. ശേഷം ഒരു 4 ഡേയ്സ് ബാക്കിയുണ്ട്. ഈ അധികമായിട്ട് വരുന്ന ആൾക്കാർ വിളിക്കുന്ന പേരാണ് ഒറ്റ ദിവസങ്ങൾ അഥവാ ഓഡേയ്സ്. ഓക്കെ ആണല്ലോ. എപ്പോഴും കലണ്ടറിനകത്ത് ഒരു ദിവസം അറിയാം, മറ്റൊരു ദിവസം കാണാൻ പറയുന്ന സമയത്ത് വേണ്ടത് ഓഡേയ്സാ. എത്ര കിട്ടി? 4 ദിവസം. ഓക്കെ ആണല്ലോ. നമുക്കറിയാവുന്ന എങ്ങനെയാ? ഫെബ്രുവരി മാസം 1 തീയതി അറിയാം, മാർച്ച് മാസം 4 കാണാൻ പറയുമ്പോൾ ഫെബ്രുവരിക്ക് ശേഷമാണ് മാർച്ച് വരിക. ദാറ്റ് മീൻസ് മുമ്പോട്ട് പോകണ്ടേ? മുമ്പോട്ടായതുകൊണ്ട് ഈ ബുധൻ എന്ന് പറയുന്ന ദിവസത്തിന്റെ കൂടെ എത്ര ഒറ്റ ദിവസമുണ്ട്? 4 ആണെങ്കിൽ 4 കൂട്ടി പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ ബുധന്റെ കൂടെ ഒരു 4 കൂട്ടുകയാണെങ്കിൽ ബുധൻ പ്ലസ് 4 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ഡേ ആരാ? വ്യാഴം, പിന്നാര വെള്ളി, പിന്നാര ശനി, പിന്നാര ഞായർ. 4 ദിവസം ആരാ പറ? ഞായറാഴ്ച. ഉത്തരം ഞായറാഴ്ചയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ 2008 ഫെബ്രുവരി മാസം 1 ബുധനാഴ്ചയാണെങ്കിൽ 2008 മാർച്ച് 4 എന്ന് പറയുമ്പോൾ ഒരു ഞായറാഴ്ചയായിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഒരു ഘടികാരം ഓരോ മണിക്കൂറിലും 1 മിനിറ്റ് വീതം കൂടുതൽ ഓടുന്നു. 1 മണിയായപ്പോൾ ഈ ക്ലോക്കിലെ സമയം ശരിയാക്കി പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ കണ്ണാടിയിൽ ക്ലോക്കിൽ കാണിക്കുന്ന സമയം 4:33 ആണെങ്കിൽ ഏകദേശ സമയം എത്രയായിരിക്കും? ആൻസറിലേക്ക് പോകാം. ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നു, ഒരു ക്ലോക്ക് 1 മണിക്കൂർ ഓടുന്ന സമയത്ത് ആ ക്ലോക്ക് എന്ത് ചെയ്യും? 1 മിനിറ്റ് അധികം ഓടും. 1 മണിക്കൂർ കൂടെ 1 മിനിറ്റ് അധികം ഓടും. നമ്മൾ ഈ ക്ലോക്ക് എടുത്തു, നമ്മൾ 1 മണിക്ക് എന്ത് ചെയ്തു? കൃത്യമായ സമയം പുനഃസ്ഥാപിച്ചു വെച്ചു. എന്നിട്ട് കുറേ സമയം കഴിഞ്ഞ സമയത്ത് ഈ ക്ലോക്ക് കൊണ്ട് കണ്ണാടി കൊണ്ട് കാണിക്കുകയാണെങ്കിൽ
ആ ഇമേജിൽ കാണുന്ന സമയം എന്ന് പറയുമ്പോൾ 4:33 ആണെങ്കിൽ അന്നേരം ക്ലോക്കിൽ ഏകദേശം എത്ര സമയമായെന്ന് കാണാൻ പറയുക. ഇപ്പോൾ ഒരു സമയം പറയുന്നത് സമയം എത്ര പറഞ്ഞു? സമയം പറയും എത്ര? 4:33 സമയം പറയുന്നു. ഈ സമയം എന്ന് പറയുമ്പോൾ എവിടെ കാണുന്ന സമയമാണ്? കണ്ണാടിക്കകത്ത്. ഇപ്പം കണ്ണാടി കാണിക്കുന്ന സമയം അറിയാമെങ്കിൽ അന്നേരം ക്ലോക്കിൽ എത്രമാത്രം സമയമായെന്ന് അറിയെങ്കിൽ മാത്രമേ ആൻസർ കാണാൻ പറ്റൂ. ഓക്കെ ആണോ? ഒരു ക്ലോക്കിൻ്റെയും അതിൻ്റെ കണ്ണാടി ഇമേജുമായുള്ള ബന്ധം അറിയാമോ? നിങ്ങൾ ഏത് ക്ലോക്ക് കൊണ്ട് കണ്ണാടി കാണിക്കുന്ന സമയത്തും ക്ലോക്കിലാകപ്പാട് 12 സംഖ്യകൾ മാത്രമേ ഉള്ളൂ. മീൻസ് 12 മണിക്കൂർ മാത്രമായതുകൊണ്ട് ക്ലോക്കിൽ എത്രമാത്രം സമയം കാണിക്കുന്നു അതിൻ്റെ ബാക്കി സമയം മാത്രമേ അതിൻ്റെ ഇമേജ് കാണിക്കത്തുള്ളൂ കണ്ണാടിയിൽ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ക്ലോക്കിൽ ഇപ്പോൾ 5 മണിയായെങ്കിൽ കണ്ണാടിയിൽ ബാക്കി 7 മണിക്കൂർ കാണിക്കുകയാണെങ്കിൽ മാത്രമേ 7ഉം 5ഉം കൂടുമ്പോൾ 12 വരുത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ക്ലോക്കിലെ സമയത്തിൻ്റെയും കണ്ണാടിയിലെ സമയത്തിൻ്റെയും സം കാണുമ്പോൾ 12 മണിക്കൂർ വരണം. അതായത് ക്ലോക്ക് ഇപ്പോൾ 2 മണി കാണിച്ചപ്പോൾ കണ്ണാടി എത്ര കാണിക്കും? 10 മണി. കാര്യം എന്താ? 2ഉം 10ഉമാണ് 12. അപ്പോൾ ക്ലോക്ക് 8 മണി കാണിക്കുവാണെങ്കിൽ കണ്ണാടിക്കകത്ത് എത്ര തോന്നും? 4 മണി. കാര്യം എന്താ? 8ഉം 4ഉം 12. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കണ്ണാടിക്കകത്ത് 4:33 കാണുന്നുവെങ്കിൽ ക്ലോക്കിൽ സമയം എന്തായിരിക്കും? അത് കാണുന്ന മാർഗം എന്തുവാ? ഈ ഒരു സമയത്തിൻ്റെയും ആ സമയത്തിൻ്റെ സം കാണുമ്പോൾ 12 മണിക്കൂർ വരണ്ടേ? അപ്പോൾ കാണുന്ന മാർഗം എന്തുവാ? ഈ 12 മണിക്കൂറിൽ നിന്ന് ഇതും കുറച്ചാൽ മാത്രം പോരെ. 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ 11 മണി കഴിഞ്ഞ് 60 മിനിറ്റ് ആയതുകൊണ്ട് ആ 11:64 കുറച്ചാൽ മതി. ഈ 4:33 കുറയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലോക്കിലെ യഥാർത്ഥ സമയം കാണാം. കുറയ്ക്കാം. 60 - 33 27 വന്നു. ഇവിടെ കുറച്ചാൽ 11 - 4 7 ആണെങ്കിൽ ഇപ്പോൾ ക്ലോക്കിൽ ഏകദേശം 7:27 ആയി. അപ്പോൾ ഇപ്പോൾ ഇതിന് മറന്നേ പോകേണ്ട. ക്ലോക്കിലെ കാണിക്കുന്ന സമയം കണ്ണാടി ചോദിക്കുവാണെങ്കിലോ കണ്ണാടിയിലെ സമയം അറിയാൻ ക്ലോക്ക് ചോദിച്ചാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ചെയ്യേണ്ടത്. 11:60 തന്ന സമയം കുറച്ചാൽ മാത്രം മതി. 11:60 മീൻസ് അർത്ഥം 12 മണിക്കൂറാണ് എന്ന് എന്ത് കുറച്ചാൽ മതി? തന്ന സമയം കുറച്ചാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ? ഇപ്പോൾ നമ്മൾ ക്ലോക്കിൽ ഇപ്പോൾ എത്ര മണി കാണിച്ചു? 7:27 കാണിച്ചു. നമ്മൾ എത്ര മണി ക്ലോക്ക് സെറ്റ് ചെയ്ത്? നമ്മൾ 1 മണിക്കാണ് ക്ലോക്ക് സെറ്റ് ചെയ്ത്. 1 മണിക്ക് ക്ലോക്ക് കൃത്യമായ സമയം കാണിച്ചാണ് പിന്നീട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. ഇപ്പം സമയം 7:27 ആയി. അപ്പോൾ 1 മണി മാറി 7 ആകുമ്പോൾ ഏകദേശം 7 മണിക്കൂറായി. ഇപ്പോൾ 7 മണിക്ക് ഗ്യാപ്പുണ്ട്. നമുക്കറിയാം ക്ലോക്ക് 1 മണിക്കൂർ ഓടുകയാണെങ്കിൽ അത് 1 മിനിറ്റ് സമയം എക്സ്ട്രാ കാണിക്കും, കൂടുതൽ കാണിക്കും. അങ്ങനെയാണെങ്കിൽ 7 മണിക്കൂർ ഓടുമ്പോൾ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? 1 മണിക്കൂർ കൊണ്ട് 1 മിനിറ്റ് കൂടുമെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് 2 മിനിറ്റ് കൂടും, 3 മണിക്കൂർ കൊണ്ട് 3 മിനിറ്റ് കൂടും, 4 മണിക്കൂർ കൊണ്ട് 4 മിനിറ്റ് കൂടും, 5 മണിക്കൂർ കൊണ്ട് 5 മിനിറ്റ് കൂടും, 6 മണിക്കൂർ കൊണ്ട് 6 മിനിറ്റ് കൂടുമെങ്കിൽ 7 മണിക്കൂറാകുമ്പോൾ 7 മിനിറ്റ് കൂടണ്ടേ? എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സമയത്തിനേക്കാട്ടിൽ 7 മിനിറ്റ് കൂടുതലാണ് ഇപ്പോൾ. ഇപ്പം സമയം എത്ര കാണിക്കുന്നു? 7:27 കാണിക്കുന്നുവെങ്കിൽ ഈ 7:27 7 മിനിറ്റ് കുറവാണ് യഥാർത്ഥ സമയം. എന്ന് വെച്ചാൽ കുറച്ച് എത്ര ഇടും? 7:20 ഇപ്പോൾ സമയം. കറക്റ്റ് അല്ലയോ? ഓക്കെ ആണോ? ഓരോ മണിക്കൂറും 1 മിനിറ്റ് കൂടുമെങ്കിൽ 1 മണിക്ക് സമയം സെറ്റ് ചെയ്തതാണ്. ഇപ്പോൾ 7 മണിയായെങ്കിൽ ഓൾമോസ്റ്റ് 7 മണിക്കൂറായില്ലയോ? അപ്പോൾ 7 മണിക്ക് ആകെ എത്ര കൂടും? 7 കൂടുമെങ്കിൽ ഇപ്പോൾ 7 മിനിറ്റ് കൂടിയ സമയമാണ് 7:27 എങ്കിൽ കറക്റ്റ് സമയം എത്ര ആയിരിക്കും? പറ. 7 കുറച്ചാൽ പോരെ? എത്ര കിട്ടും? 7:20. ഓക്കെ ആണല്ലോ? ഉത്തരം ഓപ്ഷൻ സി. ഓക്കെ ആണോ? അപ്പോൾ പറഞ്ഞ കാര്യമെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.